നമ്മുടെ ഇപ്പോൾ പാർട്ട് 1 കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ പാർട്ട് 1 കഴിഞ്ഞിട്ടുണ്ട് സി എ ഇൻ്ററുടെ ലോയുടെ. അപ്പോൾ ഇനി അടുത്തത് പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ കമ്പനീസ് ആക്ടും കോർപ്പറേറ്റ് ആക്ട് അതൊക്കെ പഠിച്ചു, കമ്പനീസ് ആക്ടും LLP ആക്ടും പഠിച്ചു. പിന്നെ അതർ ലോസ്, അതർ ലോയിൽ നമുക്ക് 3 ലോ പഠിക്കാനുണ്ട്, 3 ആക്ട് പഠിക്കാനുണ്ട്. 3 ആക്ട് നല്ല 2 ആക്ടും പിന്നെ ഒരു ബേസിക്സും പഠിക്കാനുണ്ട്. അതിൽ 2 ആക്ട്, ഒന്ന് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടും പിന്നൊന്ന് ജനറൽ ക്ലോസസ് ആക്ടുമാണ്. വേറൊന്നുള്ളത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. രണ്ടാമത്തെയാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ആക്ട് അല്ല, പക്ഷെ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. എങ്ങനെയാണ് ഒരു ആക്ട് വായിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ആക്ട് വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ആക്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. സോ എന്താണ് ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് കാണാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള ജനറൽ ക്ലോസസ് ആക്ട് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് പഠിക്കാം. അതിനുശേഷം നമുക്ക് ജനറൽ ക്ലോസസിലേക്ക് പോവാം. ഓക്കെ, സോ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. ഞാൻ ആദ്യം വേർഡിൻ്റെ മീനിങ് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്താണിതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു പ്രോസസ്സാണ്. ഓക്കെ, പ്രോസസ്സ്. എന്ത് പ്രോസസ്സ്? ഈ നമ്മുടെ ഇന്ത്യയിൽ എല്ലാവിടെയും അങ്ങനെ തന്നെയാണ്, പക്ഷെ നമ്മുടെ ഇന്ത്യത്തെ കേസ് പറയാം. പർട്ടിക്കുലർലി ലോ മേക്കിംഗ് ചെയ്യുന്നത് ലെജിസ്ലേച്ചറാണ്. ഓക്കെ, ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനാണ് ലോ മേക്കിംഗ് എന്ന് പറയുന്നത്. 2 ഹൗസ് ഉണ്ട്, ലോവർ ഹൗസ്, അപ്പർ ഹൗസ്, ലോക്സഭ, രാജ്യസഭ, പിന്നെ നമ്മുടെ പ്രസിഡന്റ്. ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഒരു ബില്ല് പാസ്സാക്കി പ്രസിഡന്റ് അപ്രൂവ് ചെയ്തതിന് ആക്ടായി മാറും. ഓക്കെ, അപ്പോൾ നിയമം ഉണ്ടാക്കുന്നത് ആരാ? ലെജിസ്ലേറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ കമ്പനീസ് ആക്ട് ആണെന്നുണ്ടെങ്കിലും പാർലമെന്റ് വഴി പാസ്സാക്കിയതാണ്. എന്നിട്ട് ആ നിയമം നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ്സ് ആണ്. ഓക്കെ, നമ്മുടെ ROC RD എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളിൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, ബ്യൂറോക്രാറ്റ്സ്, IAS IPS അങ്ങനെ പോലീസ് അങ്ങനത്തെ ആൾക്കാർ. സോ അവിടെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. നമുക്ക് എക്സിക്യൂട്ടീവ്സിന് അധികം വേണ്ട, മാറ്റി നിർത്താം. വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ. ആ ജുഡീഷ്യറിയുടെ ഫംഗ്ഷനാണ് ഇൻ്റർപ്രറ്റ് ദ ലോ. ഓക്കെ, സോ ശിക്ഷ വിധിക്കുക, അതൊക്കെ കോടതിയുടെ ഫംഗ്ഷനാണ്. ഓക്കെ, ജുഡീഷ്യറിയുടെ ഫംഗ്ഷനാണ്. സോ ഈ ലോ ഉണ്ടാക്കുന്ന ആൾ അല്ലെങ്കിൽ ആൾക്കാർ ലോ ഉണ്ടാക്കി വെച്ചു, അവരല്ല പോയിട്ട് ആ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ പോകുന്നത്. അല്ല, കോടതിയാണ് നോക്കാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ വ്യക്തി ചെയ്തത് നിയമത്തിലുള്ളതാണോ നിയമത്തിലില്ലാത്തതാണോ എന്ന്. ഓക്കെ, സോ നിയമം ഉണ്ടാക്കുന്ന ആൾ ലോ മേക്കിംഗ് ആണ്, ലോ മേക്കറാണ്. ഈ ലോ മേക്കർ ആ ഒരു ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കുന്നത് കോടതിയാണ്. സോ കോടതി ആ ആക്ട് വായിച്ച് മനസ്സിലാക്കണം, ഇതിലെന്താ പറയുന്നത്, ഇതിലെന്ത് ചെയ്യണം എന്നാ പറയുന്നത്, ഇതിലെന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്, ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ശിക്ഷ. അതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ. ഓക്കെ, സോ അങ്ങനെ ഒരു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം തന്നെ. സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. ലോ മേക്കിംഗ് ലെജിസ്ലേറ്ററിൻ്റെ അടുത്തും ഇൻ്റർപ്രറ്റിംഗ് ഓഫ് ലോ ജുഡീഷ്യറിൻ്റെ അടുത്തുമാണ്. സോ ലോ മേക്ക് ചെയ്ത ആൾ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവാം, അവർ കാലഹരണപ്പെട്ട് പോയിട്ടുണ്ടാവാം, അവർ മാറിപ്പോയിട്ടുണ്ടാവാം, പക്ഷെ ആ ലോ അപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ, ഇപ്പോൾ കമ്പനീസ് ആക്ട് 1956 ഒക്കെ 1956 ഉണ്ടാക്കിയതാണ്, ഇപ്പോഴും 2013 വരെ അത് വാലിഡ് ആയിരുന്നു. ഓക്കെ, അതേപോലെ കോൺട്രാക്ട് ആക്ട് 1872 ഇപ്പോഴും 2025 കോൺട്രാക്ട് ആക്ട് സ്റ്റിൽ വാലിഡാണ്. സോ കോൺട്രാക്ട് ആക്ട് ഉണ്ടാക്കിയത് ആരായിരിക്കും? ലെജിസ്ലേറ്റീവ് ആയിരിക്കും. ആ ആൾക്കാരൊന്നും ജീവനോടെ ഉണ്ടാവില്ല, നോക്കുന്നത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി അത് വായിച്ചുകൊണ്ട് ഇതിൽ ഏതാ ശരി ഏതാ തെറ്റെന്ന് നോക്കിയിട്ട് തെറ്റാണെങ്കിൽ അതിൽ പറയുന്ന പ്രകാരമുള്ള ശിക്ഷ കൊടുക്കലാണ് ജുഡീഷ്യറി. സോ കോടതി എന്ത് ചെയ്യണം? ഇൻ്റർപ്രറ്റ് ചെയ്യണം, ആക്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. സോ ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ട്രൂ മീനിങ് മനസ്സിലാക്കുക എന്ന പണിയാണ്. ട്രൂ മീനിങ് ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. ഓക്കെ, അതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ട്സ്? സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ആക്ട് അല്ലെങ്കിൽ ഒരു റിട്ടൺ ലോ. ഇറ്റ് ഈസ് എ റിട്ടൺ ലോ. അതൊരു ആക്ടാണ്, അതൊരു റിട്ടൺ ലോ ആണ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ കമ്പനീസ് ആക്ട് 2013 ഈസ് എ സ്റ്റാറ്റ്യൂട്ട്, LLP ആക്ട് 2008 ഈസ് എ സ്റ്റാറ്റ്യൂട്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ഈസ് എ സ്റ്റാറ്റ്യൂട്ട്. അങ്ങനെ അതൊരു റിട്ടൺ ലോ ആണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. സോ അങ്ങനെ ലെജിസ്ലേറ്റീവ് റിട്ടൺ ചെയ്ത് വെച്ച ഒരു സ്റ്റാറ്റ്യൂട്ടിനെ കോടതി വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, സോ അർത്ഥം മനസ്സിലാക്കുക. ഞാൻ കോടതിയുടെ എക്സാമ്പിൾ പറയുന്നുള്ളൂ. സോ അർത്ഥം മനസ്സിലാക്കുന്നത് കോടതി തന്നെ ആവണമെന്നില്ല. നമുക്കും ആ ആക്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാം, എന്നാലല്ലേ അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കും അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആസ് എ CA സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യം നിങ്ങൾക്കും വരും. ടാക്സ് ലോ ഇൻ്റർപ്രറ്റ് ചെയ്യണം, GST ആക്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം, കസ്റ്റംസ് ഇൻ്റർപ്രറ്റ് ചെയ്യണം, അതേപോലെ കമ്പനി ലോ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിനാണ് ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. ഓക്കെ, പിന്നെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഞാൻ ട്രൂലി ബിലീവ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഓരോ ആക്ടിൻ്റെ പിന്നിലും ഒരു സ്റ്റോറി ഉണ്ടാവും, ഓരോ പ്രൊവിഷൻ്റെ പിന്നിലും ഒരു സ്റ്റോറി ഉണ്ടാവും. ഓക്കെ, സോ ഒരു ആക്ട് വരുന്നതിന് മുമ്പ് നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നുണ്ടാവും. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി, ആ ഒരു റെമഡി കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും ഒരു ആക്ട് വന്നത്. സോ ആ ആക്ട് എപ്പോഴും ആ ആക്ടിൻ്റെ വായിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം വായിക്കേണ്ടത്? എങ്ങനെ വായിക്കുമ്പോഴാണോ ആ സ്റ്റോറി ജസ്റ്റിഫൈ ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ വേണം ആക്ട് വായിക്കാൻ. ഇപ്പോൾ 1956 കമ്പനീസ് ആക്ട് 1956 മാറി 2013 വന്നത്. 1956 എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് 2013 വന്നത്. സോ 2013 ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വായിക്കേണ്ടത് 1956 ഉണ്ടായിരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം വായിക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് ജസ്റ്റ് എനിക്ക് തരാനുള്ള, എൻ്റെ സൈഡിൽ നിന്ന് തരാനുള്ളൊരു ഇൻട്രൊഡക്ഷൻ. സോ നമുക്ക് ലാസ്റ്റ് ഈ ടോപ്പിക്സ് കഴിഞ്ഞ ശേഷം നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം എന്താണ് നമ്മളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തൊക്കെ മനസ്സിലാക്കണമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് ലാസ്റ്റ് നോക്കാം. സോ ഇനി മെറ്റീരിയലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ദ വേർഡ് സ്റ്റാറ്റ്യൂട്ട് ഈസ് നൗ സിനോണിമസ് വിത്ത് ആക്ട് ഓഫ് ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ഒരു ആക്ടിന് എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ആക്ടാണ്. ഇറ്റ് ഈസ് എ റിട്ടൺ ലോ ദാറ്റ് ലെജിസ്ലേച്ചർ എസ്റ്റാബ്ലിഷസ് ഡയറക്ട്ലി. അതൊരു റിട്ടൺ ലോ ആണ്. ഓക്കെ, ലെജിസ്ലേച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു റിട്ടൺ ലോ ആണ്. ഞാൻ പറഞ്ഞു ലോ മേക്കിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ലെജിസ്ലേച്ചർ. അവരെഴുതി ഉണ്ടാക്കിയ ഒരു റിട്ടൺ ലോ ആണ് ഈ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. സോ ഇൻ ഇന്ത്യ സ്റ്റാറ്റ്യൂട്ട് മീൻസ് ആൻ എനാക്റ്റഡ് ലോ ദാറ്റ് ഈസ് ലോ എയ്തർ എനാക്റ്റഡ് ബൈ ദി പാർലമെൻറ്റ് ഓർ ബൈ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സോ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ലോ ആണ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്, എനാക്റ്റഡ് ബൈ ദി പാർലമെൻറ്റ്. പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇനി അത് ഓരോ സ്റ്റേറ്റിനും സ്വന്തം ആക്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഒക്കെ സ്റ്റേറ്റിൻ്റെ സബ്ജക്റ്റാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ 3 മാറ്റർ ഉണ്ട്. സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 ലിസ്റ്റ് ഉണ്ട്. അതിൽ സെൻട്രൽ ആക്ടും സ്റ്റേറ്റ് ആക്ടും. അപ്പോൾ സെൻട്രൽ ആക്ട് കൊണ്ടുവരുന്നത് പാർലമെൻ്റ് ആണ്, നമ്മുടെ പാർലമെൻ്റ് ആണ്, ലോക്സഭ രാജ്യസഭ. സ്റ്റേറ്റ് ആക്ട് കൊണ്ടുവരുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, നമ്മുടെ MLA അവരൊക്കെ ഇരുന്നിട്ട്. പാർലമെൻറ്റിൽ ഉണ്ടാവുന്ന MP മാരായിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു ആക്ട് വരുന്നു. അങ്ങനെ ആ റിട്ടൺ ലോ ആണ്, എനാക്റ്റഡ് ബൈ പാർലമെൻ്റ് ആണ്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. ഓക്കെ, ഇൻ ഇന്ത്യ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദി പാസിംഗ് ഓഫ് ബിൽ ഇൻ ദ ലോക്സഭ and Rajya Sabha and finally obtaining the assent of the President of India to do it. It becomes an act of the Parliament. So എങ്ങനെയാണ് ഒരു ആക്ട് ആവുന്നത്? ഒരു ബില്ല് ഒരാൾ പ്രസൻറ്റ് ചെയ്ത്, പാർലമെൻറ്റിലുള്ള ഒരാൾ പ്രസൻറ്റ് ചെയ്തിട്ട് ലോക്സഭയിൽ വെക്കുന്നു, രാജ്യസഭയിൽ വെക്കുന്നു. ലോക്സഭ അപ്രൂവ് തന്നു, രാജ്യസഭ അപ്രൂവ് തന്നു, എന്നിട്ട് അത് പ്രസിഡൻ്റ് അടുത്തേക്ക് പോകുന്നു. പ്രസിഡൻ്റ് അതിന് അപ്രൂവ് തരികയാണെങ്കിൽ എ ബിൽ ബിക്കംസ് ആൻ ആക്ട്. ആ ആക്ട് ആയിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയാം. ഓക്കെ, അങ്ങനൊരു നിയമം ഉണ്ടായി. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 അതേപോലെ ഒരു ഇതുണ്ടായതാണ്. കമ്പനീസ് ആക്ട് 2000 പേരിലൊരു സ്റ്റോറി ഉണ്ട്. 1956 എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ ആക്ട് മൊത്തം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. പക്ഷേ 1956 ഉണ്ടാക്കുന്ന സമയത്ത് ആ ലൂപ്പ് ഹോൾസ് ഒന്നും മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആക്ട് എന്തായാലും അമെൻമെൻറ്റ്സിന് വരുന്നത് പുതിയ സിറ്റുവേഷൻ അനുസരിച്ച്, പുതിയ ചേഞ്ചിനനുസരിച്ച് ആക്ടിൽ മാറ്റം വരണം. 1956 സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ട് ആയിരുന്നു 1956 എന്ന് പറയുന്നത്. പക്ഷെ കാലക്രമേണ പോയി വരുന്നു ഒരുപാട് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് വന്നു, സ്കാംസ് വന്നു, സത്യം സ്കാം, സഹാറ സ്കാം, അങ്ങനെ ഒരുപാട് സ്കാംസ് 1956 ആക്ടിൽ വന്നു. അതും കഴിഞ്ഞ് പോയപ്പോൾ അത് തീരെ പ്രശ്നം ആയ സമയത്ത് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. സ്റ്റോറിയാണ് പറയുന്നത്, കമ്പനീസ് ആക്ട് വന്ന സ്റ്റോറിയാണ്. കമ്മിറ്റി ഫോം ചെയ്തു. എന്നിട്ട് ആ കമ്മിറ്റി എന്ന് തീരുമാനിച്ചു, ഓക്കെ ഇതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയാണ്, നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് പുതിയൊരു ആക്ട് പ്രപ്പോസ് ചെയ്യാം, കമ്പനീസ് ആക്ട് 2013. അങ്ങനെ ആ ബില്ല് പാർലമെൻറ്റിൽ വെക്കുന്നു, ലോക്സഭ വായിക്കുന്നു, രാജ്യസഭ വായിക്കുന്നു, അപ്രൂവ് കൊടുക്കുന്നു, പ്രസിഡന്റ് പറയുന്നു. 2013 തൊട്ടിട്ട് ആക്ട് നിലവിൽ വന്നു.
ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, നമുക്ക് 2013 ഇപ്പോൾ ഇതുവരെ കുഴപ്പമില്ല, ഇനി അത് പ്രശ്നം വന്ന് AI കാലഘട്ടമൊക്കെ വന്ന സമയത്ത് ചിലപ്പോൾ ഡയറക്ടർ വന്നിട്ട് റോബോട്ടുകാർക്ക് ഡയറക്ടറായിട്ട് ഇരിക്കാൻ പറ്റുന്നൊക്കെ നിയമം വരികയാണെന്നുണ്ടെങ്കിൽ അമെൻഡ് ചെയ്ത് പോവാം. അങ്ങനെ 2000 മാറി. ഇനി എപ്പോഴാണ് അമെൻഡ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അമെൻഡ്മെൻറ്റ് വരും. ഓക്കെ, അങ്ങനെ ആ ഒരുപാട് സ്റ്റോറി ഉണ്ടാവും ഒരു ആക്ടിൻ്റെ പിന്നിലും. ഓക്കെ, thus that which originates through legislation is called an enacted law or statute as against unenacted or unwritten law. So statute എന്ന് പറയുന്നത് enacted law ആണ്, പാർലമെന്റിൽ പാസ്സാക്കിയ ലോ ആണ് enacted law എന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാ പാർലമെന്റിൽ പാസ്സാക്കാത്ത ലോ? നമുക്ക് നാട്ടിൽ നടക്കുന്ന മാർക്കറ്റിലെ നിയമങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, കസ്റ്റംസ്, ട്രേഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എഴുതി പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ അതെന്തായിരിക്കും? ലോ ആയിട്ടുണ്ടാവും. സോ അത് അൺറിട്ടേൺ ലോ. സോ നമ്മൾ നോക്കുന്നത് അൺറിട്ടേൺ ലോനെ കുറിച്ചല്ല, നമ്മൾ നോക്കുന്നത് റിട്ടേൺ ലോനെ കുറിച്ചാണ്. റിട്ടേൺ ലോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട്. ക്ലിയർ? യെസ്. സോ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. പിന്നെ വേറൊരു കാര്യം നോക്കാം, ഡോക്യുമെന്റിന്റെ ഇന്റർപ്രിട്ടേഷൻ. ഒരു ഡോക്യുമെന്റ് വായിച്ചതിന്റെ അർത്ഥം മനസ്സിലാക്കുക, അതും ഒരു ടൈപ്പ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ അല്ലേ? ഓക്കെ, ആക്ട് മാത്രം നോക്കിയാൽ പോരെ, ഡോക്യുമെൻ്റ്, ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻ്റ്, റിട്ടേൺ ഡോക്യുമെൻ്റ്, ഒരു കമ്മ്യൂണിക്കേഷൻ, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. സോ എന്താണ് ഡോക്യുമെൻ്റ്? ജനറലി അണ്ടർസ്റ്റുഡ്, എ ഡോക്യുമെൻ്റ് ഈസ് എ പേപ്പർ ഓർ അതർ മെറ്റീരിയൽ തിങ് ഗിവിംഗ് ഇൻഫർമേഷൻ, പ്രൂഫ് ഓർ എവിഡൻസ് ഓഫ് എനിത്തിങ്. സോ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയലോ ഗീവിങ് ഇൻഫർമേഷൻ, പ്രൂഫ് ഓർ എവിഡൻസ് ഓഫ് എനിത്തിങ്, ഇൻഫർമേഷനോ പ്രൂഫോ എവിഡൻസോ തരുന്ന തരത്തിലുള്ള പേപ്പറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയലാണ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്ഷൻ 3 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 എന്ന് പറഞ്ഞിട്ടുള്ളൊരു എവിഡൻസ് ആക്ട് ഉണ്ട്. ആ എവിഡൻസ് ആക്ട് പ്രകാരം ഡോക്യുമെന്റ് മീൻസ് എനി മാറ്റർ, ഡോക്യുമെന്റ് മീൻസ് എനി മാറ്റർ, എന്തെങ്കിലും ഒരു കാര്യം, എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് അപ്പോൺ എനി സബ്സ്റ്റൻസ്, എന്തെങ്കിലും ഒരു സാധനത്തിൽ, എന്തെങ്കിലും ഒരു മാറ്റർ, ബൈ മീൻസ് ഓഫ് ലെറ്റേഴ്സ്, ഫിഗേഴ്സ് ഓർ മാർക്സ് or by more than one of the means intended to be used or which may be used for the purpose of recording that matter. Okay, so ഒരു ഡോക്യുമെന്റ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മാറ്റർ, സോ മാറ്റർ ഒരു റെലവൻ്റ് ആയിട്ടുള്ള വേർഡാണ്, എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് ഓൺ എനി സബ്സ്റ്റൻസ്, എനി സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് പെൻസിൽ അല്ല, ഇതിലായിക്കോട്ടെ, എന്താണ്, പേപ്പറിലായിക്കോട്ടെ, കല്ലിൽ കൊത്തിയതായിക്കോട്ടെ, മരത്തിൽ കൊത്തിയതായിക്കോട്ടെ, പെയിൻ്റ് അടിച്ച് വെച്ചതായിക്കോട്ടെ, എനി മാറ്റർ ഡിസ്ക്രൈബ്ഡ് ഓർ എക്സ്പ്രസ്ഡ് ഇൻ എനി സബ്സ്റ്റൻസ് ബൈ മീൻസ് ഓഫ് ഏതെങ്കിലും ഒരു രീതിയിലായിക്കോട്ടെ, ലെറ്റർ ആവാം, ഫിഗേഴ്സ് ആവാം, മാർക്സ് ആവാം, ഓർ ബൈ മോർ ദാൻ വൺ ഓഫ് ദാറ്റ് മീൻസ്, അതോ ഒന്നിലധികം വേറെ ഏതെങ്കിലും ഒരു വഴികളിലൂടെ, പകുതി കൊത്തി വെച്ചിരിക്കുന്നു, പകുതി പേനയും കൊണ്ട് എഴുതിയിരിക്കുന്നു, പകുതി പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നു, ഏതെങ്കിലും ഒരു മീൻസ് ആവാം. ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ്, അത് എന്തിനു വേണ്ടിയായിരിക്കണം? ഓർ വിച്ച് മേ ബി യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് റെക്കോർഡിംഗ് ദാറ്റ് മാറ്റർ, ആ മാറ്റർ റെക്കോർഡ് ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടിയാണ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഡോക്യുമെൻ്റ് എന്ന് പറയാം. സോ 4 എലമെൻറ്റ് ഞാൻ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്: മാറ്റർ, സബ്സ്റ്റൻസ്, മീൻസ് ആൻഡ് റെക്കോർഡിംഗ്. സോ ഇതെല്ലാമാണ് എലമെൻറ്റ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് ഓഫ് ഡോക്യുമെൻ്റ്: മാറ്റർ, എന്തെങ്കിലും ഒരു വിഷയം; റെക്കോർഡ്, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി; സബ്സ്റ്റൻസ്, എന്തെങ്കിലും ഒരു സാധനത്തിൽ; ബൈ, ഏതെങ്കിലും ഒരു വഴിയിലൂടെ. സോ മാറ്റർ, റെക്കോർഡ്, സബ്സ്റ്റൻസ് ആൻഡ് മീൻസ് ആർ ദി എലമെൻറ്റ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ദീസ് ആർ ദി എലമെൻറ്റ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. സെക്ഷൻ 318 ഓഫ് ദി ജനറൽ ക്ലോസസ് ആക്ട് 1897 states that the term document shall include any matter written or expressed described upon any substance by means of letter. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം എന്താണ് ഡോക്യുമെൻ്റ്, എന്താണ്
ഇനി ജനറൽ ക്ലോസസ് ആക്ട് പ്രകാരം എന്താണ് ഡോക്യുമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ പല മൾട്ടിപ്പിൾ ആക്ട്സ് ഉണ്ട്, ഓരോ ആക്ടിലും ഓരോ ഡെഫിനിഷൻ ക്ലോസ് ഉണ്ടാവും. ആ ഡെഫിനിഷൻ ക്ലോസിൽ ഇന്ത്യൻ ജനറൽ ക്ലോസസ് ആക്ട് 1897 പ്രകാരം ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എനി മാറ്റർ, എന്തെങ്കിലും ഒരു കാര്യം റിട്ടേൺ, എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് അപ്പോൺ എനി സബ്സ്റ്റൻസ് by means of letters or figures or marks or by more than one of those means which is intended to be used, which may be used for the purpose of recording this matter. വലിയ ചേഞ്ച് ഇല്ല, സെയിം സാധനമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും ജനറൽ ക്ലോസസ് ആക്ടിലും പറയുന്നത്. ഓക്കെ, ജനറൽ ക്ലോസസ് ആക്ടിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്നു മീൻസ് എനി മാറ്റർ എന്ന് പറയുന്നു, ഇവിടെ ഇൻക്ലൂഡ്സ് എനി മാറ്റർ എന്ന് പറയുന്നു. പിന്നെ റിട്ടേൺ ആവാം, എക്സ്പ്രസ്ഡ് ആവാം എന്ന് രണ്ടിലും പറയുന്നുണ്ട്. സോ എല്ലാത്തിലും പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് എലമെൻ്റ് ആണ് എനി മാറ്റർ, എനി സബ്സ്റ്റൻസ്, ബൈ മീൻസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദിസ് മാറ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡോക്യുമെൻറ്റിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് മാറ്റർ, record, substance and means. So matter that shows the definition of document is comprehensive. So അതിൽ എന്ത് വേണമെങ്കിലും ആവാം. It is the first element that any matter എന്ന് പറയുമ്പോൾ എന്ത് വിഷയത്തിനെ കുറിച്ച് വേണമെങ്കിലും പറയാം. സെയിൽ ഡീഡിൻ്റെ സെയിൽ മാറ്റർ ആണെങ്കിൽ, ഒരു വർക്കിനെ കുറിച്ചുള്ളതാണെന്നുണ്ടെങ്കിൽ എന്തും പറയാം. Then record, അതൊരു മെക്കാനിക്കൽ ഡിവൈസ് ഫോർ ദി പർപ്പസ് ഓഫ് റെക്കോർഡിങ്. ഇത് നമുക്ക് പറയുകയാണെങ്കിൽ അതൊരു എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പറയുന്നത് പറഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ ആയല്ലോ, പക്ഷെ നമ്മൾ എഴുതി വെക്കുന്നത് എന്തിനാ, അല്ലെങ്കിൽ അത് മാറ്റർ നമ്മൾ ഡോക്യുമെൻ്റ് ആക്കുന്നത് എന്തിനാ, ഒരു റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ മസ്റ്റ് ബി സർട്ടൻ മ്യൂച്വൽ ഓർ മെക്കാനിക്കൽ ഡിവൈസ് എംപ്ലോയിഡ് ഓൺ ദി സബ്സ്റ്റൻസ്. ഇറ്റ് മസ്റ്റ് ബി റൈറ്റിംഗ് ആവാം, എക്സ്പ്രഷൻ ആവാം, ഡിസ്ക്രൈബ്ഡ് ആവാം. ദെൻ സബ്സ്റ്റൻസ് ഓൺ ദി, നമ്മൾ എവിടെയാണോ അത് വെക്കുന്നത്, എന്തിലൂടെയാണോ അതിൻ്റെ ഒരു പെർമനൻറ്റ് ഫോമാക്കി മാറ്റുന്നത്, പേപ്പറിൽ എഴുതി പെർമനൻറ്റ് ഫോം ആക്കുന്നതാണോ അതോ കല്ലിൽ കൊത്തി പെർമനൻറ്റ് ഫോം ആക്കുന്നതാണോ. ദെൻ മീൻസ്, ഏത് വേയിലൂടെ, ലെറ്റേഴ്സ് ആവാം, ഫിഗേഴ്സ് ആവാം, മാർക്സ് ആവാം, സിമ്പൽ ആവാം. യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ദി പാർട്ടീസ്. ഇത് നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതാം. ഇറ്റ് ക്യാൻ ബി സോ എലമെന്റ്സ് ഓഫ് ദി ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മാറ്റർ, റെക്കോർഡ്, സബ്സ്റ്റൻസ് ആൻഡ് മീൻസ്. ക്ലിയർ? സോ അതാണ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന സംഭവം. സോ എന്തിനാണ് നമ്മളിപ്പോൾ ഡോക്യുമെന്റിനെ നോക്കിയത്? ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാം, ഡോക്യുമെന്റും ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, സോ ഡോക്യുമെന്റ് കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം, ഇൻസ്ട്രുമെന്റ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സ് അല്ല, ഇൻസ്ട്രുമെന്റ്, മെഷീൻ അല്ല, ഇൻസ്ട്രുമെന്റ്. ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് തന്നെയാണ്, ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ളൊരു ഡോക്യുമെന്റ് ആണ്. സോ ഇൻസ്ട്രുമെന്റ് മീൻസ് എ ഫോർമൽ ലീഗൽ ഡോക്യുമെന്റ് which creates or confirms a right or records a fact. അപ്പോൾ ഡോക്യുമെൻ്റ് ഒരു ലീഗൽ എലമെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫോർമൽ ലീഗൽ ഡോക്യുമെൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം. ഓക്കെ, സോ ഇൻസ്ട്രുമെൻ്റ് ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. സോ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് ലീഗൽ ബൈൻഡിങ് ആവും, സോ ലീഗൽ ഡോക്യുമെൻ്റ് ആവും. ഇറ്റ് ഈസ് എ ഫോർമൽ റൈറ്റിംഗ് ഓഫ് എനി കൈൻഡ് സച്ച് ആസ് എൻ എഗ്രിമെൻറ്റ്, ഡീഡ്, ചാർട്ടർ ഓർ എ റെക്കോർഡ് ഡ്രോൺ അപ്പ് ആൻഡ് എക്സിക്യൂട്ടഡ് ഇൻ ടെക്നിക്കൽ ഫോം. സോ പ്രൊസീജിയറലി നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻസ്ട്രുമെൻ്റായി മാറും. ഒരു ഡോക്യുമെൻ്റ് നമ്മൾ വൈറ്റ് പേപ്പറിൽ എഴുതുന്നതും സ്റ്റാമ്പ് പേപ്പറിൽ എഴുതുന്ന മാറ്റമുണ്ട്. വൈറ്റ് പേപ്പറിൽ എഴുതുകയാണെങ്കിൽ ഒരു പ്ലെയിൻ ഡോക്യുമെൻറ്റും, സ്റ്റാമ്പ് പേപ്പറിൽ എഴുതുകയാണെങ്കിൽ അതൊരു ഇൻസ്ട്രുമെൻറ്റുമായി മാറും. ഇൻ ടെക്നിക്കൽ ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ, എപ്രകാരമാണോ ആ ഒരു സെയിൽ ഇൻസ്ട്രുമെൻ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു പ്രോപ്പർട്ടി ഓഫ്, നമ്മൾ പ്രോപ്പർട്ടി സെല് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ടെക്നിക്കലി നമ്മളത് ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻസ്ട്രുമെൻ്റായി മാറും. ഇറ്റ് ഓൾസോ മീൻസ് എ ഫോർമൽ ലീഗൽ ഡോക്യുമെന്റ് ഹാവിംഗ് ലീഗൽ എഫക്ട് എയ്തർ ആസ് ക്രിയേറ്റിംഗ് എ റൈറ്റ് ഓർ ലയബിലിറ്റി ഓർ അഫോർഡിംഗ് എവിഡൻസ് ഓഫ് ഇറ്റ്. സോ ഫോർമൽ ലീഗൽ ഡോക്യുമെൻ്റ് ആണ് വിച്ച് ക്രിയേറ്റിംഗ് എ റൈറ്റ് ഓർ ലയബിലിറ്റി. ഇപ്പം ഞാനൊരു വീട് വാങ്ങാൻ വേണ്ടി ഞാൻ ഒരു എഗ്രിമെൻ്റ് എഴുതുന്നു. അപ്പോൾ വീട് വാങ്ങുന്ന സമയത്ത് ഞാൻ അയാൾക്ക് പൈസ കൊടുക്കണം, അയാൾക്കൊരു റൈറ്റ് ഉണ്ട്. അയാൾ എനിക്ക് വീട് തരണം, എനിക്ക് ഒരു റൈറ്റ് ഉണ്ട്. ഞാൻ അയാൾക്ക് പൈസ കൊടുക്കണം, എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്. അയാൾ എനിക്ക് വീട് തരണം, അയാൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. സോ ഡ്യൂട്ടീസും റൈറ്റ്സും ലയബിലിറ്റീസും റൈറ്റ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899, അപ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടാണ്. ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899 ഒരു സ്റ്റാറ്റ്യൂട്ടാണ്. ജനറൽ ക്ലോസസ് ആക്ട് ഒരു സ്റ്റാറ്റ്യൂട്ടാണ്. എവിഡൻസ് ആക്ട് ഒരു സ്റ്റാറ്റ്യൂട്ടാണ്.
ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം ഇൻസ്ട്രുമെന്റ് ഇൻക്ലൂഡ്സ് എവറി ഡോക്യുമെന്റ് ബൈ വിച്ച് എനി റൈറ്റ് ഓർ എ ലയബിലിറ്റി ഈസ് പർപ്പോസ് ടു ബി ക്രിയേറ്റഡ്, ട്രാൻസ്ഫേർഡ്, എക്സ്റ്റെൻഡഡ്, എക്സ്റ്റിങ്വിഷ്ഡ് ഓർ റെക്കോർഡഡ്. സോ ഒരു ഡോക്യുമെന്റിൽ റൈറ്റ്സും ലയബിലിറ്റീസിനെ കുറിച്ച് ഉള്ള റെക്കോർഡിങ്ങോ നോട്ടിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഇൻസ്ട്രുമെന്റ് ആയി മാറും. സോ എല്ലാ ഡോക്യുമെന്റും ഇൻസ്ട്രുമെന്റ് അല്ല, പക്ഷെ എല്ലാ ഇൻസ്ട്രുമെന്റിന്റെയും തുടക്കം ഒരു ഡോക്യുമെന്റിൽ നിന്നായിരിക്കും. ക്ലിയർ? ഫർദർ, മൂവിങ് ഫർദർ, ഡീഡ്. വാട്ട് ഈസ് എ ഡീഡ്? The legal glossary defines deed as an instrument in writing അല്ലെങ്കിൽ or other eligible representation or words or parchment or paper purporting to effect some legal disposition. സെയിം സാധനം തന്നെ. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ചില പർട്ടിക്കുലർ പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡീഡായി മാറും. ഇപ്പോൾ സെയിൽ ഡീഡ്, പ്രോപ്പർട്ടി ഡീഡ്, ഇൻസ്ട്രുമെന്റ് തന്നെയാണ് പക്ഷെ അതിന്റെ പേര് ഡീഡ് എന്നാവും. സോ സിംപ്ലി സ്റ്റേറ്റഡ്, ഡീഡ്സ് ആർ ഇൻസ്ട്രുമെന്റ്, so all instruments may not be deeds. Okay, so ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഇത് തന്നെയാണ് ഡീഡ്, പക്ഷെ എല്ലാ ഡീഡും മീൻസ് എല്ലാ ഇൻസ്ട്രുമെന്റും ഡീഡ് ആവണമെന്നും ഇല്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇൻ ഇന്ത്യ there is no distinction seems to be made between instruments and deeds. ഇന്ത്യയിൽ ഡീഡും ഇൻസ്ട്രുമെന്റും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ക്ലിയർ? യെസ്. സോ ഇൻസ്ട്രുമെന്റ് കണ്ടു, ഡോക്യുമെന്റ് കണ്ടു, ഡീഡ് കണ്ടു. ഇതൊക്കെ നമ്മൾ എന്തിനാ കണ്ടത്? ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സിന്റെ കൂടെ തന്നെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡീഡ്സ്. ഇപ്പോൾ എൻ്റെ ഒരു ഫാദറിൻ്റെ ഫാദർ, എൻ്റെ ഒരു ഗ്രാൻഡ് ഫാദർ ഒരു വിൽപ്പത്രം എഴുതി വെച്ചു. അതൊരു ഡോക്യുമെൻ്റ് ആണ്, അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ ഇൻസ്ട്രുമെൻ്റ് വായിച്ച് അർത്ഥം പറഞ്ഞു തരാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇല്ല. സോ സ്വാഭാവികമായിട്ടും എൻ്റെ അച്ഛൻ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് തന്നു. എൻ്റെ അടുത്ത് തന്നിട്ട് ഇത് വായിച്ചിട്ട് ഇതിൻ്റെ മീനിങ് പറഞ്ഞു തരാൻ പറയും. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിന് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കണം. വെറുതെ വായിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ പോരാ. അതിൻ്റെ മീനിങ് എന്താ? മീനിങ് മാത്രവും പറഞ്ഞു കൊടുത്താൽ പോരാ. അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ എഴുതുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ വേർഡിന് അന്നത്തെ കാലത്ത് ഒരു മീനിങ് ആയിരിക്കും. പക്ഷെ ഇന്നത്തെ ഈ ന്യൂ ജനറേഷനിൽ ആ പർട്ടിക്കുലർ വേർഡ് ചിലപ്പോൾ മീനിങ് മാറിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ചിലപ്പോൾ എൻ്റെ അച്ഛന് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ ഫാദർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ആ പർട്ടിക്കുലർ വേർഡിൻ്റെ മീനിങ് ചിലപ്പോൾ ഇന്നത്തെ മീനിങ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ഇൻ്റർപ്രിട്ടേഷൻ അവിടെ പ്രശ്നം വരും, കൺഫ്യൂഷൻ വരും. സോ നമ്മൾ റൂൾസ് ഓഫ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഇടണം. എഴുതി വെക്കുന്ന സമയത്ത് എന്ത് മീനിങ് ആയിരുന്നോ ഉണ്ടായിരുന്നത് ആ മീനിങ്ങിൽ തന്നെ വായിക്കുമ്പോഴല്ലേ അർത്ഥം പ്രോപ്പർ ആവുള്ളൂ. കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർക്ക് അറിയോ കുറേ കഴിഞ്ഞ് ഒരു 100 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വേർഡിന് പുതിയൊരു മീനിങ് വരുമെന്നും ആ മീനിങ് ആണ് ഉണ്ടെന്ന് അറിയോ? ഇല്ല. സോ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ റൂൾസ് ഇട്ട് കൊടുക്കണം. സോ അതാണ് ഈ ചാപ്റ്ററിൻ്റെ റെലവൻസും ഈ ചാപ്റ്ററിൻ്റെ ഭംഗിയും. ഓക്കെ, ദെൻ എന്താണ് ഇന്റർപ്രിട്ടേഷൻ? ഇന്റർപ്രിട്ടേഷൻ ഈസ് മെന്റ് ദ പ്രോസസ് ബൈ വിച്ച് കോർട്ട് സീക്സ് ടു അസർട്ടൈൻ ദ മീനിങ് ഓഫ് ദി ലെജിസ്ലേച്ചർ ത്രൂ ദ മീഡിയം ഓഫ് വേർഡ്സ് ഇൻ വിച്ച് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ്. സോ കോടതിയോട്, ഇപ്പോൾ ഇവിടെ ലെജിസ്ലേച്ചർ ഉണ്ട്, ഇവിടെ കോടതിയുണ്ട്. കോടതിയോട് ലെജിസ്ലേച്ചർ പറയുന്നതാണ് ഈ നിയമത്തിലുള്ളത്. അപ്പോൾ ഈ കോടതി ലെജിസ്ലേച്ചറിൻ്റെ ഇൻറ്റൻറ്റ് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക, അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ കോടതിയിലെത്തിയപ്പോൾ ഒരു 10-100 എംപിമാരുണ്ടാവും. ആ എംപിമാരെല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും നിയമം ഉണ്ടാക്കിയത്. കോടതി ആ 100 പേരിനെയും വിളിച്ചിട്ട് നിങ്ങൾ അന്ന് നിയമം ഉണ്ടാക്കുന്ന സമയത്ത് എന്തായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. ആ ആക്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. So interpretation is the process by which the real meaning of an act real meaning of an act or a document. So act മാത്രമല്ല, interpretation of statutes എന്ന് പറയുമ്പോൾ കോടതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു document, and the intention of the legislature in enacting it or parties executing the document is ascertained. ഓക്കെ, സോ ഇൻ്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ബൈ വിച്ച് റിയൽ മീനിങ് ഓഫ് ദി ആക്ട് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ്. സോ 2 കേസ് ഉണ്ട്. ഒന്ന് ഒരു ആക്ടിൻ്റെ കേസ്, പിന്നൊന്ന് ഡോക്യുമെൻറ്റിൻ്റെ കേസ്. സോ ആക്ടിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ സോ രണ്ടിലും ഇൻ്റർപ്രിട്ടേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് റിയൽ മീനിങ് ഓഫ് ആൻ ആക്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് and the intention of
അപ്പോൾ ആക്ട് ആണെന്നുണ്ടെങ്കിൽ ആരാണ് ഉണ്ടാക്കിയത്? പാർലമെൻ്റ് ആണ്, അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ആണ്. ഇൻറ്റൻഷൻ ഓഫ് ലെജിസ്ലേച്ചർ. അപ്പോൾ ലെജിസ്ലേച്ചർ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഒരു ആക്ട് കൊണ്ടുവന്നത്, ആ അർത്ഥം മനസ്സിലാക്കുക. ഡോക്യുമെൻ്റ് ആണെങ്കിലോ അത് ലെജിസ്ലേച്ചർ ആയിരിക്കില്ല ഉണ്ടാക്കിയത്, പാർട്ടീസ് എക്സിക്യൂട്ടിങ്. സോ ഇൻറ്റൻഷൻ ഓഫ് പാർട്ടീസ്, ഇൻറ്റൻഷൻ ഓഫ് പാർട്ടീസ് എക്സിക്യൂട്ടിങ് ദ ഡോക്യുമെൻ്റ്. സോ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഐഡൻറ്റിഫൈങ് ദ റിയൽ മീനിങ് ഓഫ് ദി ആക്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് by which the real intention of the legislature അല്ലെങ്കിൽ the parties making the document is ascertained. Clear? Moving further, interpretation is resorted to in order to resolve any ambiguity in the statute. Okay. So എപ്പോഴാണ് ഈ ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യം വരുന്നത്? ഇപ്പം നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് വായിക്കുമ്പോൾ ഒറ്റ വായനയിൽ തന്നെ എനിക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടി. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം വേർഡ് ഇറ്റ് സെൽഫ് ക്ലിയർ ആണ്, ആ ഒരു സെൻറ്റൻസ് ക്ലിയർ ആണ്. ഓക്കെ. സോ എപ്പോഴാണ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യം വരുന്നത്? അത് ആംബിഗ്യസ് ആവുന്ന സമയത്ത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ എഴുതിയിരിക്കുന്നത് ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക. ഇരുചക്ര വാഹനം. സോ സൈക്കിൾ ഒരു ഇരുചക്ര വാഹനമാണോ? ബൈക്ക് ഒരു ഇരുചക്ര വാഹനമാണോ? സ്കൂട്ടി ഒരു ഇരുചക്ര വാഹനമാണോ? ഓക്കെ. അപ്പോൾ ഏതാണ് ആ ഇരുചക്ര വാഹനം? അവിടെ ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണമോ എന്നാണ് അതിലും ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ട് കോടതി കണ്ടുപിടിക്കും ഇരുചക്ര വാഹനം എന്ന് പറയുന്നത് മോട്ടോർ പിടിപ്പിച്ച വാഹനമായിരിക്കും. അപ്പോൾ സൈക്കിളിൽ മോട്ടർ ഇല്ലാത്തത് കൊണ്ട് സൈക്കിൾ ഇരുചക്ര വാഹനമായിട്ട് കൂട്ടില്ല എന്നൊരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരാം. ഓക്കെ. സോ ഇനിയിപ്പോൾ ചിലപ്പോൾ ആക്ടിൽ എഴുതിയിരിക്കുന്നത് ബൈക്ക് ഓടിക്കുമ്പോൾ ഇരുചക്ര വാഹനം ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം. സോ ബൈക്ക് എന്ന് പറയുന്നത് എന്താണ്? ബൈക്ക് എന്ന് പറയുമ്പോൾ ബൈക്ക് മാത്രമാണോ അതോ സ്കൂട്ടിയും വരുമോ? അവിടെ ഒരു ഇത് വരുന്നു. സോ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യം വരും. സോ ഇൻ്റർപ്രിട്ടേഷൻ ഈസ് റിസോർട്ടഡ് ടു ഓർഡർ ടു റിസോൾവ് എനി ആംബിഗ്യൂട്ടി ഇൻ ദ സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാറ്റ്യൂട്ടിൽ ഒരു കൺഫ്യൂഷൻ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ ട്രൂ സെൻസ് ഓഫ് വേർഡ്സ്, ദാറ്റ് ഈസ് ടു സേ ദ സെൻസ് ഇൻ വിച്ച് ദെയർ ഓതർ ഇൻറ്റൻഡ് ടു കൺവേ ദ സബ്ജക്ട് മാറ്റർ. സോ അതിൻ്റെ ആ ആക്ടിൻ്റെ ആ ഒരു ട്രൂ സെൻസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയും നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയാം. ഓക്കെ. സോ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. സോ അത്രയേ ഉള്ളൂ. ഒരു ആക്ടിൽ ക്ലിയർ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാവും, കാര്യമില്ല. പക്ഷെ കൺഫ്യൂഷൻ വരുന്നു, ഇത് മാത്രമാണോ അതോ അത് മാത്രമാണോ? ഇപ്പോൾ ഷെയർ എന്ന് പറയുന്നു, അപ്പോൾ അത് ഷെയർ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ മാത്രമാണോ പ്രിഫറൻസ് ഷെയർ മാത്രമാണോ? ഇപ്പോൾ ഒരു വോട്ടിംഗ് റൈറ്റിനെ കുറിച്ചൊക്കെ പറയുന്നൊരു പോർഷനിൽ ഷെയർ നിട്ടിട്ടുണ്ട്. സോ കോടതി ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത് ഷെയർ, അപ്പോൾ പ്രിഫറൻസ് ഷെയറും വരുമോ ഇക്വിറ്റി ഷെയറും വരുമോ? സോ അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നോക്കണം. അത് വോട്ടിങ്ങിൻ്റെ കാര്യമായതുകൊണ്ട് എങ്ങനെയാണ് പ്രിഫറൻസ് ഷെയർ വരിക? പ്രിഫറൻസ് ഷെയറിന് വോട്ടില്ലല്ലോ, അപ്പോൾ ഇക്വിറ്റി ഷെയർ മാത്രമല്ലേ വരുള്ളൂ. ആ കൺഫ്യൂഷൻ റിസോൾവ് ചെയ്തു, അവിടെ ഇൻ്റർപ്രിറ്റ് ചെയ്തു, ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തു. ഓക്കെ. സോ നമുക്ക് പോകുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ പഠിക്കാൻ പോകുന്നുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ഓഫ് ഇമ്പോർട്ടൻസ്. Interpretation is of importance because of the intent nature of the legislation as a source of law. ഈ ഇമ്പോർട്ടൻസ് എവിടെ വരുന്നത്? ലെജിസ്ലേച്ചർ ഒരു സോഴ്സ് ഓഫ് ലോ ആയതുകൊണ്ട് തന്നെ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന ആൾ, ചിലപ്പോൾ ഉണ്ടാക്കുന്ന ആൾക്കത് നമ്മളിപ്പോൾ പറയില്ലേ, നമ്മളിപ്പോൾ ആൻസർ എഴുതുന്ന ആൾക്ക് ചിലപ്പോൾ ഒറ്റ വായനയിൽ മനസ്സിലാവും അയാളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ അയാൾക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ ആൻസർ എഴുതുന്ന ഒരാളും മാർക്ക് ഇടുന്നത് വേറൊരാളും ആവുമ്പോഴോ ആ മാർക്ക് ഇടുന്ന ആൾക്ക് ചിലപ്പോൾ അത് വായിക്കാൻ കിട്ടില്ല, അവൻ ഉദ്ദേശിച്ച കാര്യം കിട്ടില്ല. അതേപോലെ തന്നെയാണ് ലെജിസ്ലേച്ചർ ഒരു സോഴ്സ് ഓഫ് ലോ ആയതുകൊണ്ട് തന്നെ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരുന്നു. ദ പ്രോസസ് ഓഫ് സ്റ്റാറ്റ്യൂട്ട് മേക്കിംഗ് ആൻഡ് ദ പ്രോസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട് ടേക്ക് പ്ലേസ് സെപ്പറേറ്റ്ലി ഫ്രം ഈച്ച് അതർ ആൻഡ് ടു ഡിഫറെൻറ്റ് ഏജൻസീസ് ആർ കൺസേൺ. ടു ഡിഫറെൻറ്റ് ഏജൻസീസ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. ഈ രണ്ട് ഏജൻസി ഉള്ളത് കൊണ്ട് തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഇമ്പോർട്ടൻസ് വരുന്നു. Interpretation serves as the bridge of understanding between these two.
ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരുന്നത്, അത് തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. സോ അതാണ് ഇൻ്റർപ്രിട്ടേഷൻ. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഒന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, ജനറൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ലീഗൽ ഇൻ്റർപ്രിട്ടേഷനും ഡോക്ട്രിനൽ ഇൻ്റർപ്രിട്ടേഷനും നമുക്ക് രണ്ടായി തിരിക്കാം. ലീഗൽ ഇൻ്റർപ്രിട്ടേഷൻ, ഡോക്ട്രിനൽ ഇൻ്റർപ്രിട്ടേഷൻ. ലീഗലിന് നമുക്ക് ഇറ്റ് ഈസ് ലീഗൽ. എപ്പോഴാണ് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ലീഗൽ ആവുന്നത്? വെൻ there is an actual rule of law which binds the judge to place a certain interpretation of the statute. ലീഗൽ എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു പർട്ടിക്കുലർ വേ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എഴുതിയിട്ടുണ്ടാവും. ജഡ്ജിന് ഒരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്ന്. വേർഡ്സിൻ്റെയൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്ന പോലെ ആ വേർഡിൻ്റെ മീനിങ് നോക്കുക. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ് ലീഗൽ ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ. ഡോക്ട്രിനൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഡിസ്കവർ ദ റിയൽ ആൻഡ് ട്രൂ മീനിങ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട്സ്. ട്രൂ മീനിങ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട്സ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം. സോ ആ ഇരുചക്ര വാഹനത്തിന് മീനിങ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ലീഗൽ ഡെഫിനിഷൻ കൊടുക്കണം. ഇപ്പോൾ ഒരു ലീഗൽ ഇൻ്റർപ്രിട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ 2 ചക്രമുള്ള എന്തൊക്കെ വണ്ടി ഉണ്ടോ അതെല്ലാം ഇരുചക്ര വാഹനമായിട്ട് കണക്കാക്കും. അവിടെ ലീഗൽ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നു. അപ്പോൾ സൈക്കിൾ ഓടിക്കുന്ന ആളും ഹെൽമെറ്റ് ധരിക്കേണ്ട ആവശ്യം വരുന്നു. ഇനിയിപ്പോൾ അത് ഡോക്ട്രിനൽ ഇൻ്റർപ്രിട്ടേഷൻ ആകുമ്പോൾ അവിടെ ആലോചിക്കുക, എന്തിനു വേണ്ടിയാണ് ഈ ഒരു റൂള് കൊണ്ടുവന്നത്, ഇതിൻ്റെ എന്താണ് ട്രൂ മീനിങ് എന്താണ്? മോട്ടോർ വെഹിക്കിൾസ് ആക്ട് മോട്ടോർ വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന ആക്ട്. മോട്ടോർ വാഹനമാണോ സൈക്കിൾ? അപ്പോൾ ഈ സൈക്കിളിൽ ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഡോക്ട്രിനൽ ഇൻ്റർപ്രിട്ടേഷൻ വന്നു. ഓക്കെ. ഡോക്ട്രിനൽ ഇൻ്റർപ്രിട്ടേഷൻ. ആൻഡ് ഈ ലീഗൽ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ഒതൻറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ആയിട്ടും യൂഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻ ആയിട്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. When the rule of interpretation is derived from the legislator himself, it is authentic. നമ്മൾ ലീഗലി പറഞ്ഞു പ്രോപ്പർ ഇൻ്റർപ്രിട്ടേഷൻ്റെ റൂൾസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊരു പുതിയൊരു മെഷീൻ വാങ്ങി ആ മെഷീൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ എഴുതുന്നത് പോലെ എങ്ങനെയാണ് ഈ ഒരു ആക്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ലെജിസ്ലേച്ചർ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലീഗലാവും. എന്ന് വെച്ചാൽ ഡെഫിനിഷനൊക്കെ ലെജിസ്ലേച്ചർ തന്നെ എഴുതി വെക്കുക. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനിഷൻ എഴുതി വെച്ചു. അപ്പോൾ അത് എന്തായി? ഒരു ലീഗൽ ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷനാണ്. കാരണം ലെജിസ്ലേച്ചർ തന്നെ എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത്, റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ലെജിസ്ലേച്ചർ തന്നെ എഴുതണം. ഇങ്ങനത്തെ സാധനം വരുമ്പോൾ ഇങ്ങനെ നോക്കണം, ഇങ്ങനത്തെ സാധനം വരുമ്പോൾ ഇങ്ങനെ നോക്കണം. അത് നമുക്ക് ഒതൻറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയാം. വേറൊരു ടൈപ്പ് ഓഫ് ലീഗൽ ഇൻ്റർപ്രിട്ടേഷനാണ് യൂഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻ. യൂഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് when the rule of interpretation is derived from some other source such as customs or case law. ഈ യൂഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത് ഇപ്പോൾ ഒരു കോടതി ഒരു പർട്ടിക്കുലർ ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു കോടതിക്കും ഇതേപോലൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രത്യേകത, ഇന്ത്യയിൽ മാത്രമല്ല ലീഗൽ സിസ്റ്റത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സുപ്രീം കോടതി ഒരു പർട്ടിക്കുലർ കേസ് വന്നു, പുതിയൊരു കേസ് വന്നു, സുപ്രീം കോടതി ഇങ്ങനൊരു കേസിൽ ഇപ്രകാരം വിധിച്ചു. അപ്പോൾ ബാക്കിയുള്ള കോടതിയും ഇങ്ങനൊരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്രകാരം തന്നെ വിധിക്കണം. അത് ബൈൻഡിങ് ആവും. ഓക്കെ. സോ വേറൊരു സോഴ്സിൽ നിന്ന് റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ഒരു കോടതി വിധിച്ചപ്പോൾ റൂളായി, ആ റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ വേറൊരു കോടതി യൂസ് ചെയ്യുന്നത് യൂഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻ. സോ ലീഗലിൽ 2 ഉണ്ട്, ഒതൻറ്റിക്കും യൂഷ്വലും. ഡോക്ട്രിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഉണ്ട്. ഗ്രാമാറ്റിക്കൽ, when the court applies only the ordinary rule of speech. ഗ്രാമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ മീനിങ് കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ മീനിങ് കണ്ടുപിടിക്കുമ്പോൾ ഗ്രാമാറ്റിക്കൽ മീനിങ് ഇട്ട് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഗ്രാമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. ഓർഡിനറി റൂൾ ഓഫ് സ്പീച്ച് ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഈ ഒരു സാധനത്തിന് ഗ്രാമാറ്റിക്കൽ മീനിങ് എന്താണ് അതിട്ട് കൊടുക്കുക. ലോജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത് എപ്പോഴാണ്? when the court goes beyond the words and try to discover the intention of the statute in some other way. ലോജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എക്സാക്ട് മീനിങ് എന്താ, അതിൻ്റെ ലോജിക്ക് എന്താ, എന്തിനു വേണ്ടിയായിരിക്കും ഇത് പറയുന്നത്, ആ മീനിങ് എടുക്കുന്നു. ഓക്കെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാർ ഓടിക്കുന്ന സമയത്ത് അമിത വേഗത്തിൽ വേറൊരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ
ബ്രേക്ക് അപ്ലൈ ചെയ്യണം. സോ ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ബ്രേക്കിന് എൻ്റെ അറിവിൽ രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന്, നമ്മൾ ആ ഒരു ആക്സിലേറ്റർ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ നിർത്തുന്നത്, വണ്ടി നിർത്താൻ യൂസ് ചെയ്യുന്നത്. പിന്നൊന്ന് ഒരു ഇൻ്റർവെൽ എടുക്കുന്നത്. ഓക്കെ, സോ ഗ്രാമാറ്റിക്കൽ മീനിങ് ഇടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഏതിടണം? ലോജിക്കലി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ ബ്രേക്ക് യൂസ് ചെയ്യുന്നത് പറയുന്നത്? വേറൊരു വണ്ടി വരുമ്പോൾ വണ്ടി നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വണ്ടി നിൽക്കാൻ വേണ്ടി നമ്മൾ ആ ബ്രേക്കാണ് ചവിട്ടുന്നത്. അല്ലാണ്ട് വണ്ടി വരുന്ന സമയത്ത് നമ്മൾ റിലാക്സ് ചെയ്യുന്നതല്ല വേണം. ഡ്രൈവിങ്ങിൽ നിന്നും ഞാനൊരു ബ്രേക്ക് എടുക്കാം, ആ ബ്രേക്ക് അല്ല. സോ ഗ്രാമാറ്റിക്കൽ മീനിങ് ഇടുന്നതും അതേപോലെ ലോജിക്കൽ മീനിങ് ഇടുന്നതും. സോ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ മെയിൻലി രണ്ടായി തിരിച്ചു, ലീഗൽ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഡോക്ട്രിനൽ ഇന്റർപ്രിട്ടേഷൻ. ഡോക്ട്രിനൽ നമുക്ക് രണ്ടാക്കി തിരിക്കാം, ഒതന്റിക് ആൻഡ് യൂഷ്വൽ. പിന്നെ ഡോക്ട്രിനൽ നമുക്ക് ഗ്രാമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ എന്നും തിരിക്കാം. ക്ലിയർ? യെസ്. സോ ദി ലീഗൽ ഇന്റർപ്രിട്ടേഷൻ ഈസ് സബ്ഡിവൈഡഡ് ഇൻടു ഒതന്റിക്കൽ ആൻഡ് യൂഷ്വൽ. നമ്മൾ നേരത്തെ കണ്ട പോയിന്റ്സ് തന്നെയാണ്. ഡോക്ട്രിനൽ, ഗ്രാമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ. According to Fitzgerald interpretation is of two kinds. Fitzgerald എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഒരു ലീഗൽ ഒരാളുടെ പ്രൊഫസറിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ പ്രകാരം ഇന്റർപ്രിട്ടേഷൻ നമുക്ക് രണ്ടാക്കി തിരിക്കാം, ലിറ്ററലും അതേപോലെ ഫങ്ഷണലും. The literal interpretation is that which regards conclusively the verbal expression of the law. വെർബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലിറ്ററലിൻ്റെയാണ്, ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ. സോ വേറൊരാൾ ഇന്റർപ്രിട്ടേഷൻ രണ്ടായിട്ട് തിരിച്ചു, ലിറ്ററലും ഫങ്ഷണലും. മെയിൻലി രണ്ടായിട്ട് തിരിച്ചിട്ട് നമ്മൾ അതിനെ സബ് ഡിവൈഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരാൾ ഫിറ്റ്സറാൾഡ് എന്ന് പറഞ്ഞ ഒരാൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ലിറ്ററൽ ആൻഡ് ഫങ്ഷണൽ. സോ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ ഈസ് ദാറ്റ് വിച്ച് റിഗാർഡ് ടു വെർബൽ എക്സ്പ്രഷന്റെ മീനിങ് കണ്ടുപിടിക്കുന്നതാണ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ലുക്ക് ബിയോണ്ട് ദി ലിറ്ററാലിറ്റീസ്. അതിൻ്റെ മീനിങ്ങിൻ്റെ പുറത്ത് വേറൊന്നും ചിന്തിക്കുന്നില്ല, വേർഡ് മീനിങ് മാത്രമേ നോക്കുന്നുള്ളൂ. The duty of court is to ascertain the intention of the legislature and seek for that intent in every legitimate way, but the first of all in the words and languages employed. So first of all കോടതി ചെയ്യേണ്ടത് ആ വേർഡിൻ്റെ മീനിങ് നോക്കുക എന്നുള്ളതാണ്. ഇൻറ്റൻഷന് പുറകെ പോകുന്നതിന് മുന്നേ കോടതി ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ആ വേർഡിൻ്റെ മീനിങ് നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ. Then functional interpretation on the other hand is that which departs from the letter of the law and seeks elsewhere for some other and more satisfactory evidence of the true intention of legislature. ആ ലെജിസ്ലേച്ചറുടെ ഉദ്ദേശം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്, ആ ഒരു ഇൻറ്റൻഷൻ ഈ ഒരു പർട്ടിക്കുലർ പ്രൊവിഷനിലൂടെ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ആ മീനിങ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ നമുക്ക് ഫങ്ഷണൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഫിറ്റ്സറാൾഡ് രണ്ടായിട്ട് തിരിച്ചു, ലിറ്ററൽ ആൻഡ് ഫങ്ഷണൽ. ലിറ്ററൽ എന്ന് പറയുമ്പോൾ വേർഡ് മീനിങ് നോക്കുന്നു, ഫങ്ഷണൽ എന്ന് പറയുമ്പോൾ ബിയോണ്ട് ദി വേർഡ് മീനിങ്, കുറച്ച് ട്രൂ ഇൻറ്റൻഷൻ ഓഫ് ദി ലെജിസ്ലേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്നു. ക്ലിയർ? യെസ്, അതാണ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇന്റർപ്രിട്ടേഷൻ. ഇനി നമുക്ക് കൺസ്ട്രക്ഷൻ. സോ ഇന്റർപ്രിട്ടേഷന് വേറൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. കൺസ്ട്രൂ ചെയ്യുക, ടു കൺസ്ട്രൂ ദി ആക്ട്. ആക്ടിൻ്റെ വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് കൺസ്ട്രൂ ചെയ്യുക. സോ ഇന്റർപ്രിട്ടേഷനും കൺസ്ട്രക്ഷനും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ്സ് ആണ് കൺസ്ട്രക്ഷൻ. സോ കൺസ്ട്രക്ഷൻ ആസ് അപ്ലൈഡ് ടു എ റിട്ടൺ സ്റ്റാറ്റ്യൂട്ട് ഓർ എ ഡോക്യുമെന്റ് മീൻസ് ടു ഡിറ്റർമൈൻ ദ ഫ്രം ഇറ്റ്സ് നോൺ എലമെന്റ്സ് ഇറ്റ്സ് ട്രൂ മീനിങ് ഓർ ദ ഇന്റൻഷൻ ഓഫ് ദി ഫ്രെയിമേഴ്സ്. സോ ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ രണ്ടും കണ്ടു, ഒന്ന് ട്രൂ ഇൻറ്റൻഷൻ കണ്ടുപിടിക്കുന്ന പരിപാടിയും കണ്ടു, പിന്നെ ഒന്ന് ആക്ച്വൽ മീനിങ് മാത്രം കണ്ടുപിടിക്കുന്ന പ്രോസസ്സും കണ്ടു. സോ ഇന്റർപ്രിട്ടേഷൻ ഒന്നും കൂടി വൈഡാണ്. ആ ഇന്റർപ്രിട്ടേഷനിൽ നിന്ന് തന്നെ ട്രൂ മീനിങ് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറയാം. സോ ഇന്റർപ്രിട്ടേഷൻ്റെ ഉള്ളിലുള്ളൊരു പരിപാടി കൂടിയാണ് ഈ കൺസ്ട്രക്ഷൻ. സോ ഇന്റർപ്രിട്ടേഷൻ ഗ്രാമാറ്റിക്കലി നോക്കാം, ഫങ്ഷണലി നോക്കാം, ലിറ്ററലി നോക്കാം, എല്ലാം നോക്കാം. പക്ഷേ കൺസ്ട്രക്ഷൻ എപ്പോഴും ആ ഇൻറ്റൻഷനാണ് നോക്കുന്നത്, ട്രൂ മീനിങ് ആണ് നോക്കുന്നത്, ഇൻറ്റൻഷനാണ് നോക്കുന്നത്. എന്തിനാണ് ആ ലോ മേക്കർ ഇങ്ങനെ ചെയ്തത്, അതിൻ്റെ പിന്നാലെയാണ് കൺസ്ട്രക്ഷൻ പോകുന്നത്. സോ കൺസ്ട്രക്ഷൻ ഇൻവോൾവ്സ് ഡ്രോയിങ് കൺക്ലൂഷൻ ബിയോണ്ട് ദ ആക്ച്വൽ എക്സ്പ്രഷൻ യൂസ്ഡ് ഇൻ ദ ടെക്സ്റ്റ്. ആക്ച്വൽ എക്സ്പ്രഷന് പുറമെ ബിയോണ്ട് ആക്ച്വൽ എക്സ്പ്രഷന് പോകുന്നതാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്.
This is done by referring to other part of the enactment and context in which the law is made. So നമ്മളൊരു പ്രൊവിഷൻ ഒറ്റയ്ക്ക് വായിക്കില്ല, മൊത്തത്തിൽ വായിച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ട്രൂ മീനിങ് എന്താ, ഇൻറ്റൻഷൻ എന്താ, കോണ്ടെക്സ്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുന്നതാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയാം. സോ വെൻ യു സേ കൺസ്ട്രൂ എ സ്റ്റാറ്റ്യൂട്ട് യു ആർ അറ്റംപ്റ്റിംഗ് ടു അസർട്ടൈൻ ദ ഇൻറ്റൻഷൻ ഓഫ് ദി ലെജിസ്ലേച്ചർ. യെസ്. സോ ഇൻ്റർപ്രിട്ടേഷനിൽ ഇൻറ്റൻഷൻ മനസ്സിലാക്കൽ മാത്രമല്ല അർത്ഥം മനസ്സിലാക്കലും കൂടിയുണ്ട്. പക്ഷേ കൺസ്ട്രക്ഷനിൽ ഇറ്റ് ഈസ് ടു അസർട്ടൈൻ, ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു അസർട്ടൈൻ ദ ഇൻറ്റൻഷൻ ഓഫ് ദി ലെജിസ്ലേച്ചർ. ഓക്കെ, അതാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് ചോദിച്ചാൽ, എക്സാമിന് ചോദിക്കില്ല എന്നാലും ചോദിച്ചാൽ, മോർ ഓഫൺ ടു ടേംസ് ആർ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി to denote a process adopted by courts to ascertain the meaning of the legislature from the words by which it is expressed. Then these two terms have different connotations. So generally പറയുകയാണെങ്കിൽ രണ്ടും മീനിങ് മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷേ രണ്ടും ചില സമയത്ത് വേരിയബിൾ ആവാറുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ദ ആർട്ട് ഓഫ് അസർട്ടൈനിങ് ദ മീനിങ് ഓഫ് ദി വേർഡ്സ് ആൻഡ് ദ ട്രൂ സെൻസ് ഇൻ വിച്ച് ദ ഓതർ ഇൻറ്റൻഡഡ് ദാറ്റ് ദേ ഷുഡ് ബി അണ്ടർസ്റ്റുഡ്. ട്രൂ മീനിങ് ഓഫ് ദി വേർഡ് മനസ്സിലാക്കുന്നതാണ്. ഇറ്റ് ഈസ് ദ ഡ്രോയിങ് ഓഫ് കൺക്ലൂഷൻ ഫ്രം എ സ്റ്റാറ്റ്യൂട്ട് ദാറ്റ് ലൈ ബിയോണ്ട് ദി ഡയറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് ദി വേർഡ്സ് യൂസ്ഡ് therein. It is the duty of the court to give effect to the meaning of the act when the meaning of be equitably gathered from the words used. So ഇത് അത്ര റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. വേർഡ്സിൻ്റെ മീനിങ് വേണം സമയത്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. Thus, were the court adheres to plain meaning of the language used by the legislature, it would be interpretation of words. But where the meaning is not plain, the court has to decide whether the wording are meant to cover the situation before the court, then resorting to construction. So, this important. When court adhere to plain meaning of the language used by the legislature, that's interpretation. But meaning plain alla. ബുദ്ധിമുട്ട് വരുന്നു. സോ ദ കോർട്ട് ഡിസൈഡ് വിച്ച് മീനിങ് വിൽ കവർ. ആ ഇൻറ്റൻഷൻ കണ്ടുപിടിക്കുന്ന പരിപാടി നമുക്ക് കൺസ്ട്രക്ഷൻ എന്ന് പറയാം. കൺക്ലൂഷൻസ് ഡ്രോൺ ബൈ മീൻസ് ഓഫ് കൺസ്ട്രക്ഷൻ ആർ വിത്തിൻ ദ സ്പിരിറ്റ് തോ നോട്ട് നെസസറിലി വിത്തിൻ ദ ലെറ്റർ ഓഫ് ലോ. കൺസ്ട്രക്ഷൻ കൺക്ലൂഷൻ ഉണ്ടാക്കുന്നത് വിത്തിൻ ദ സ്പിരിറ്റ് എന്ന് വെച്ചാൽ ആ ഒരു ഇൻറ്റൻഷൻ നിയമത്തിൽ കറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിലും അതിൽ ഇൻറ്റൻഷൻ കറക്റ്റായിരിക്കും. അതാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. വിത്തിൻ ദ സ്പിരിറ്റ് ആയിരിക്കും. In practice, construction includes interpretation and the terms are frequently used synonymously. So ഒരേപോലെ യൂസ് ചെയ്യുന്നതാണ്. സോ മച്ച് ഹെഡേക്ക് ഇല്ല, ഒരേ സാധനം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ ഓർ കൺസ്ട്രക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഡോക്യുമെൻ്റ് കണ്ടു, ഇൻസ്ട്രുമെൻ്റ് കണ്ടു, ഡീഡ് കണ്ടു, സ്റ്റാറ്റ്യൂട്ട് കണ്ടു, ഇൻ്റർപ്രിട്ടേഷൻ കണ്ടു, കൺസ്ട്രക്ഷൻ കണ്ടു. ദെൻ വൈ ഡു വി നീഡ് ഇൻ്റർപ്രിട്ടേഷൻ? Why do we need interpretation? സിമ്പിൾ. നമ്മൾ കണ്ടു, നേരത്തെ കണ്ടു, ടു മെഷീനറിയാണ്, ടു ഏജൻസിയാണുള്ളത്, എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും. സോ ഇൻ്റർപ്രറ്റ് ചെയ്യണം. അയാൾ ഉദ്ദേശിച്ച മീനിങ് തന്നെയാണ് ഇയാൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണം. While every care is taken to ensure that law framed for passing by the legislature are free from ambiguity and absurdity, it is scarcely possible to express them in such a term as shall be free from all ambiguity. എത്ര പരിശ്രമിച്ചാലും നിയമം ഉണ്ടാക്കുന്ന ലെജിസ്ലേച്ചർ ചെയ്യുന്ന ആ എഴുതി ഉണ്ടാക്കുന്ന ആക്ടിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, ആംബിജിറ്റി വരാൻ സാധ്യതയുണ്ട്, ഒന്നിലധികം മീനിങ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യം വരുന്നു. സച്ച് എ ഡിഗ്രി ഓഫ് പ്രിസിഷൻ ഈസ് പെർഹാപ്സ് അൺഅറ്റൈനബിൾ. സോ ശ്രമിക്കും, നമ്മുടെ ലെജിസ്ലേച്ചർ ശ്രമിക്കും ഈ കോടതിക്ക് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും എഴുതാൻ ശ്രമിക്കുക. പക്ഷേ അത് ബുദ്ധിമുട്ടായി പോവുകയാണ് ചെയ്യുക. അത് അൺഅംബിജിയസ് ആവും കിട്ടില്ല. എപ്പോഴും ഇടയ്ക്ക് അംബിജിറ്റി ഉണ്ടാവും. സിമിലർലി ദ ലെജിസ്ലേച്ചർ കനോട്ട് ഫോർസീ ഓൾ ദ കണ്ടിജൻസീസ് അറ്റ് ദ ടൈം ഓഫ് പാസിംഗ് ഓഫ് ദി ലോ. കമ്പനീസ് ആക്ട് 1956 ഫ്രെയിം ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരുന്നില്ല കമ്പനീസ് ആക്ട് ഈ ഒരു 2010 ഒരു സത്യം സ്കാം നടക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഇങ്ങനൊരു കണ്ടിജൻസി നടക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല. സോ ലോ മേക്കർക്ക് അങ്ങനെ ഓവർസീ ചെയ്യാൻ പറ്റില്ല. സോ കനോട്ട് ഫോർസീ ഓൾ ദ കണ്ടിജൻസീസ്. ചിലതൊക്കെ കണ്ടുപിടിക്കും, പക്ഷെ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ ദാറ്റ് ദ വേർഡ്സ് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട് ആർ വേഗ്, ആംബിജിയസ് ഓർ റീസണബിളി capable of more than one meaning.
സോ ഇറ്റ് ഈസ് പോസിബിൾ ടു ദ വേർഡ്സ് ആംബിഗ്യസ് ആവാനും ഒന്നിലധികം മീനിങ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യം വരുന്നുണ്ട്, ഒന്നിലധികം മീനിങ് വരുന്നതുകൊണ്ട്. ഇറ്റ് ഈസ് ദെൻ ദാറ്റ് എ നീഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓർ കൺസ്ട്രക്ഷൻ അറൈസസ്. സോ ഒന്ന് കൺഫ്യൂഷൻ, ഒന്നിലധികം മീനിങ് വരുന്നു, ഒന്ന് പുതിയ കണ്ടിജൻസീസ് വരുന്ന സമയത്ത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഹെൻസ് റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ആർ റിക്വയർഡ് ഇൻ ഓർഡർ ടു എൻഷുർ ജസ്റ്റ് ആൻഡ് യൂണിഫോം ഡിസിഷൻ. അപ്പോൾ ഇനിയാണ് ഒരാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, സോ ഹൈക്കോടതിയിലൊരു കേസ് എത്തി, ഹൈക്കോടതി ഇൻ്റർപ്രറ്റ് ചെയ്തു, എന്നിട്ട് അത് സുപ്രീം കോടതിയിലെത്തി, സുപ്രീം കോടതി വേറൊരു രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തു. അവിടെ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒരാളുടെ മനസ്സിൽ ഇതാണ് ശരി, വേറൊരാളുടെ മനസ്സിൽ വേറൊന്നാണ് ശരി. അതിനു വേണ്ടിയാണ് നമ്മൾ റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ഇൻ്റർപ്രിട്ടേഷൻ എന്തിനാണെന്ന് മനസ്സിലാക്കി. ഇനി ഗോയിങ് ഫോർവേഡ് റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ എന്തിനാന്ന് കണ്ടു, നമ്മൾ പറഞ്ഞു കുറച്ച് റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദി റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ റൂൾസ് ഓഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, സോ രണ്ട് റൂൾസ് ഉണ്ട്, പ്രൈമറി റൂൾസ് ആൻഡ് സെക്കൻഡറി റൂൾസ്. രണ്ട് കാറ്റഗറി ഓഫ് റൂൾസ് ഉണ്ട്, പ്രൈമറി റൂൾസ് ആൻഡ് സെക്കൻഡറി റൂൾസ്. ഓക്കെ, സോ ഒറ്റയടിക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ പേര് മനസ്സിലാവില്ല, പോവാം, ഓരോന്നോരോന്നായിട്ട് പോവാം. പ്രൈമറി റൂൾസ്. സോ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് പ്രൈമറി റൂൾസ് ആണ്. ഏത് റൂളാണ് ഒരു കോടതി ഇപ്പോൾ രണ്ടാളുടെ അടുത്ത് ഒരേപോലെ ഒരു ഡോക്യുമെൻ്റ് വായിക്കാൻ കൊടുത്തു, അല്ലെങ്കിൽ രണ്ടാളുടെ അടുത്ത് ഒരേപോലെ ഒരു ആക്ട് വായിക്കാൻ കൊടുത്തു, രണ്ടുപേരും ഒരേപോലെ റൂൾസ് ഉണ്ടാക്കിയാൽ മാത്രമേ ഒരേ ഫൈനലൈസേഷനിലേക്ക് എത്തുള്ളൂ. സോ വാട്ട് ആർ ദി റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ? പ്രൈമറി റൂൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. സോ ഫസ്റ്റ് പ്രൈമറി റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. Okay, so the first and primary rule of construction is that the intention of the legislature must be found in the words used by the legislature itself. So literal construction എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ലിറ്ററൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ വേർഡിൽ നിന്ന് മീനിങ് ആദ്യം നോക്കണം. സോ ഫസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ആ മീനിങ് മനസ്സിലാക്കേണ്ടത് ആ വേർഡ്സിൽ നിന്നാണ്. Thus if the words of the statute are capable of one construction only, then it would not be open to the court to adopt any hypothetical construction on the ground that the hypothetical construction is more consistent with the alleged object and policy of the act. So നമ്മളൊരു ആക്ടിൽ ഒരു പർട്ടിക്കുലർ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ആ വേർഡ് ഇറ്റ്സെൽഫ് ക്ലിയർ ആണ്, ആ വേർഡ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട അത് തന്നെയാണ് എന്ന്, എങ്കിൽ പിന്നെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള വേറെ മീനിങ്ങുകൾക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക, ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ മീനിങ്ങേ ഉള്ളൂ, ഹെൽമെറ്റ് മീൻസ് ഹെൽമെറ്റ്. അപ്പോൾ ഹെൽമെറ്റിൻ്റെ മീനിങ് എന്താ? ആ ഒരു പർട്ടിക്കുലർ വസ്തുവിന് എന്ത് കൊടുക്കുക? മീനിങ് കൊടുക്കുക, ആ ഒരു മീനിങ് കൊടുക്കുക. അല്ലാതെ അതിന് വേറെ രീതിയിൽ ഇപ്പോൾ ഹെൽമെറ്റിന് വേറെ ആൾക്കാർ തലയിൽ ചട്ടി വെച്ചിട്ട് വരും, വീട്ടിൽ നിന്ന് കറി വെക്കുന്ന ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ആവും. മീനിങ് എന്താ? ആ ഹെൽമെറ്റിന് ആ വേർഡിന് ഇറ്റ്സെൽഫ് മീനിങ് കൊടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്തിനാ ഊഹിച്ചു പോണത്? ആവശ്യമില്ല. സോ the word of the statute are capable of one construction only. ഒരൊറ്റ മീനിങ് മാത്രമേ ഇതിന് കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മീനിങ് എടുത്താൽ മതി, ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രക്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, so it is cardinal rule of construction that a statute must be construed literally and grammatically, giving the words their ordinary and natural meaning. So it is a cardinal rule. സോ അതൊരു കാർഡിനൽ റൂളാണ്. ഗ്രാമാറ്റിക്കൽ മീനിങ് കൊടുക്കുക, ഓർഡിനറി മീനിങ് കൊടുക്കുക, നാച്ചുറൽ മീനിങ് കൊടുക്കുക എന്നുള്ളത്. സോ ലിറ്ററൽ കൺസ്ട്രക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടേണ്ട കീവേഡ്സ് ആണ്. ഫസ്റ്റ് വൺ വേർഡ്സ് ഇറ്റ്സെൽഫ്, വേർഡ്സ് യൂസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഇറ്റ്സെൽഫ്. പിന്നെ must be construed literally and grammatically, giving the ordinary and natural meaning. ആ ഒരു പർട്ടിക്കുലർ വേർഡിന് ഓർഡിനറിലി എന്ത് മീനിങ് ആണുള്ളത്, നാച്ചുറലി എന്ത് മീനിങ് ആണുള്ളത്, ഗ്രാമാറ്റിക്കലി എന്ത് മീനിങ് ആണുള്ളത്, ആ പർട്ടിക്കുലർ മീനിങ് യൂസ് ചെയ്യുക. ഓക്കെ, therefore the language used in the statute must be construed in its grammatical sense. സോ ഫസ്റ്റ് നമ്മൾ കോടതി ചിന്തിക്കേണ്ടത് ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നാച്ചുറൽ മീനിങ് വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇനിയിപ്പോൾ അതിൽ ഒന്നിലധികം മീനിങ് വരുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്.
Okay, so the correct course is to take the words themselves and arrive if possible at their meaning without reference to cases in the first instance. So ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് ആ മീനിങ്ങിന് ഒറ്റ മീനിങ്, ആ വേർഡിന് ഒരൊറ്റ മീനിങ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ മീനിങ് എടുക്കുക. ഓക്കെ, സോ ഇഫ് ദ ഫ്രേസിയോളജി ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട് ഈസ് ക്ലിയർ ആൻഡ് അൺഅംബീജിയസ്, സോ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ആ വേർഡിൻ്റെ മീനിങ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഹ്യൂമൻസ് എന്നുള്ള വേർഡിന് ഹ്യൂമൻസ് എന്ന് പറയുമ്പോൾ ഒറ്റ മീനിങ് ഉള്ളത് ആ ഒറ്റ മീനിങ് കൊടുത്താൽ മതി. ഓക്കെ, ആൻഡ് ക്യാപ്പബിൾ ഓഫ് വൺ ആൻഡ് ഓൺലി വൺ ഇൻ്റർപ്രിട്ടേഷൻ. സോ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ക്ലിയർ ആയിരിക്കണം ആ വേർഡ്, അൺഅംബീജിയസ് ആയിരിക്കണം. അൺഅംബീജിയസ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലായിരിക്കണം, അതിനൊരൊറ്റ മീനിങ് ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു എക്സ്ട്രാപുളേറ്റ് ദീസ് വേർഡ്സ് ഔട്ട് ഓഫ് ദിയർ നാച്ചുറൽ ആൻഡ് ഓർഡിനറി സെൻസ്. സോ അതുകൊണ്ട് തന്നെ അതിന്ന് ആ മീനിങ്ങിൽ നിന്ന് മാറിപ്പോകുന്നത് ശരിയല്ല. So when the language of the statute is plain and unambiguous, it is not open to the court to adopt any hypothetical construction. So അത് unambiguous ആണെന്നുണ്ടെങ്കിൽ hypothetical constructionലേക്ക് പോകുന്നത് ശരിയല്ല. Thus it is the primary duty of the court to interpret the words used in the legislature according to their ordinary grammatical meaning in the absence of any ambiguity or doubt. So ഡൗട്ടോ കൺഫ്യൂഷനോ ഇല്ലാത്തടത്തോളം ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ വേർഡിന് അതിൻ്റെ ഗ്രമാറ്റിക്കലായിട്ടുള്ള ഓർഡിനറി മീനിങ് കൊടുക്കുന്നതാണ് റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷനിൽ പറയുന്നത്. നോർമലി where the words of a statute are in themselves clear and unambiguous, പറയുന്ന സാധനം തന്നെയാണ് പിന്നെയും പറയുന്നത്. സോ വേർഡ്സ് തലയിൽ കയറണം, അൺഅംബീജിയസ്, അതേപോലെ ക്യാപ്പബിൾ ഓഫ് വൺ മീനിങ്, ദെൻ പിന്നെ ദ പ്ലെയിൻ, അങ്ങനെയുള്ള സമയത്ത് ലിറ്ററൽ ഇൻ്റർപ്രിട്ടേഷൻ മതി, ലിറ്ററൽ കൺസ്ട്രക്ഷൻ മതി. ദീസ് വേർഡ് ഷുഡ് ബി കൺസ്റ്റിറ്റ്യൂഡ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ആൻഡ് ഓർഡിനറി സെൻസ്. സോ നാച്ചുറൽ സെൻസ്, ഓർഡിനറി സെൻസ്, ഗ്രാമാറ്റിക്കൽ സെൻസ്. And it is not open to the court to adopt any other hypothetical construction. സോ ഇനിയിപ്പോൾ കോടതി വിചാരിക്കുകയാണ് ഒരു മീനിങ്ങുകൾ, എന്നാലും നമുക്കൊന്ന് ഇൻറ്റൻഷനും കൂടി പരിശോധിക്കട്ടെ. പറ്റില്ല. വേർഡ്സ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുക. വേറെ പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ വേറെ ബാക്കിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. So this is called rule of literal construction. So if the meaning of the word is clear, unambiguous, അതേപോലെ പ്ലെയിൻ ആണ്, സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ദ റൂൾ ഈസ് ടു അപ്ലൈ ദി ഗ്രമാറ്റിക്കൽ ഓർഡിനറി മീനിങ് ഓഫ് ദി വേർഡ്സ്. അല്ലാതെ അതിൻ്റെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിലേക്ക്, ഹൈപ്പോത്തറ്റിക്കൽ മീനിങ്ങിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. സോ ദ പ്രിൻസിപ്പിൾ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ലാറ്റിൻ മാക്സിം. ഓക്കെ, ഇതൊരു മാക്സിമാണ്, നമ്മൾ ലാറ്റിൻ വേർഡ്സ് ആണ്. അബ്സല്യൂട്ട സെൻറ്റൻഷ്യ എക്സ്പോസിറ്റോറെ നോൺ ഇൻഡിജെറ്റ് എന്ന് വെച്ചാൽ an absolute sentence, ക്ലിയർ ആയിട്ടുള്ളൊരു സെൻറ്റൻസ്, പ്രിപ്പോസിഷൻ നീഡ്സ് നോട്ട് എക്സ്പോസിറ്റർ എന്ന് വെച്ചാൽ പ്ലെയിൻ വേർഡ്സ് റിക്വയർസ് നോ എക്സ്പ്ലനേഷൻ. ഓക്കെ, ക്ലിയർ വേർഡ്സ് റിക്വയർസ് നോ എക്സ്പ്ലനേഷൻ. ആ വേർഡ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അത് അത്രയേ ഉള്ളൂ, അതിന് വേറെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. സോ അബ്സല്യൂട്ട സെൻറ്റൻഷ്യ എക്സ്പോസിറ്റോർ നോൺ ഇൻഡിജെറ്റ്. ഇതിൽ കുറച്ച് ലീഗൽ വേർഡ്സ് ഇതിൽ വരുന്നുണ്ട്, നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് ഒരിക്കലും അതെല്ലാം കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഒരു ദിവസം ഈ അബ്സല്യൂട്ട സെൻറ്റൻസിയെ പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വേറൊരു വേർഡ്. സോ എക്സാമിന് ചോദിക്കുന്നത് കാണാറുണ്ട്, ഈ സാധനത്തിന് തന്നിട്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ, വാട്ട് ഈസ് ദ മീനിങ്, ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ കിട്ടണം, എഴുതാൻ കിട്ടണം. സോ അബ്സല്യൂട്ട സെൻറ്റൻഷ്യ, അബ്സല്യൂട്ട് സെൻറ്റൻസ്, അബ്സല്യൂട്ടിയ സെൻറ്റൻഷ്യ, എക്സ്പോസിറ്റോർ നോൺ ഇൻഡിജെന്റ് വെച്ചാൽ റിക്വയർസ് നോ, അതിന് വലിയ ഇതൊന്നുമില്ല. എക്സ്പോസിറ്റോർ നോൺ ഇൻഡിജെന്റ്. ക്ലിയർ? യെസ്. So sometimes occasion may arise when a choice has to be made between two interpretations, one narrower and one wider or bolder. In such a situation, if narrower interpretation would fail to achieve the manifest purpose of the legislation, one should adapt for the wider one. സോ ഇനി ഒരു സ്പെഷ്യൽ കേസിൽ രണ്ട് ഇത് വരുന്നു, രണ്ട് എക്സ്പ്ലനേഷൻ വരുന്നു. ഒരു നാരോവർ ഒരു ഇതുണ്ട്, സൈഡുണ്ട്, വൈഡർ സൈഡ് ഉണ്ട്. അപ്പോൾ നാരോവർ യൂസ് ചെയ്ത് നോക്കുക, പറ്റുന്നില്ലെങ്കിൽ വൈഡർ എക്സ്പ്ലനേഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ വൈഡർ മീനിങ്ങിലേക്ക് പോവുക. ഓക്കെ, സോ അതാണ് റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. ലിറ്ററൽ കൺസ്ട്രക്ഷൻ ഇരിക്കുന്നത് ആ വേർഡ്സിലാണ്. വേർഡ്സ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ അതിൻ്റെ മീനിങ് എടുക്കൂ. വേർഡ്സ് ക്ലിയർ അല്ലെങ്കിൽ മാത്രം പോയാൽ പോരെ. യെസ്, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് rule of literal construction. So we covered the first rule, that is rule of literal construction. Okay, ഇനി നമ്മുടെ സെക്കൻഡ് പ്രൈമറി റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ. സോ ഫസ്റ്റ് നമ്മൾ ലിറ്ററൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, ലിറ്ററൽ മീനിങ് ഇട്ട് കൊടുത്തു. ഇനി അടുത്ത് റീസണബിൾ കൺസ്ട്രക്ഷൻ. സോ എപ്പോഴായിരിക്കും റീസണബിൾ കൺസ്ട്രക്ഷൻ്റെ ആവശ്യം വരുന്നത്? അക്കോർഡിംഗ് ടു ദിസ് റൂൾ, the words of a statute must be construed ut res magis valeat quam pariat. അടുത്തൊരു ലീഗൽ മാക്സിം ആണ്, എക്സാമിന് വരാറുണ്ട്. ut res magis valeat quam pariat. That words of a statute must be construed so as to lead to a sensible meaning. ഒരു സെൻസിബിൾ മീനിങ് തരുന്ന വേർഡ്, ഒരു സെൻസിബിൾ മീനിങ് തരുന്നത് ഏത് മീനിങ് ആണോ ആ മീനിങ് ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഉട്രസ് മാജിസ് വാലിഡ് ക്വാം പാരിയറ്റിൽ പറയുന്നത് നമ്മളൊരു ഒരു ഒരു സാധനം വായിക്കുന്നു, ഒരു പർട്ടിക്കുലർ വേർഡ് കണ്ടു, ആ വേർഡിന് ഒന്നിലധികം മീനിങ് കണ്ടു. ആ സമയത്ത് ഏത് മീനിങ് ഇടുമ്പോഴാണോ നമുക്കൊരു ഒരു സെൻസിബിൾ ആയിട്ടുള്ളൊരു മീനിങ് കിട്ടുന്നത് ആ മീനിങ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. സോ നമ്മൾ ലിറ്ററൽ കൺസ്ട്രക്ഷൻ ചെയ്ത സമയത്ത് ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, കാരണം ഒറ്റ മീനിങ്ങേ വന്നിട്ടുള്ളൂ. ഇവിടെ രണ്ട് മീനിങ് വന്നു. So generally the words or phrases of a statute are to be given their ordinary meaning as per literal construction. Literal construction പ്രകാരം ordinary meaning ആണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ it is only when the words or of an enactment are capable of two construction. So രണ്ട് മീനിങ് വരുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, കാർ ഓടിക്കുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ബ്രേക്ക്, രണ്ട് ബ്രേക്ക് ഉണ്ട്. സോ നമ്മൾ വണ്ടി ഓടിക്കുന്നു, സ്പീഡ് വേറൊരു വണ്ടി വരുമ്പോൾ ബ്രേക്ക് എടുക്കണം, ബ്രേക്ക് അപ്ലൈ ചെയ്യണം. സോ ഞാൻ എണീറ്റ് പോയിട്ട് ബ്രേക്ക് എടുത്താൽ മതിയോ, റെസ്റ്റ് എടുത്താൽ മതിയോ, അതോ ഞാൻ ലെഗും കൊണ്ട് ബ്രേക്ക് പ്രസ് ചെയ്യണോ? ഓക്കെ, സോ രണ്ട് മീനിങ് വന്നു. അപ്പോൾ ഏത് മീനിങ് ഇടുമ്പോഴാണ് സെൻസിബിൾ ആയിട്ടുള്ളൊരു മീനിങ് കിട്ടുന്ന ഒരു ലോജിക്ക് കിട്ടുന്നത്? So the scope of interpretation or construction, that the interpretation which furthers the object can be preferred to what which is likely to defer or impair the plausibility of object. So ഏത് മീനിങ് ഇടുമ്പോഴാണോ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു മീനിങ് കിട്ടുന്നത്, ഏത് മീനിങ് കൊടുക്കുമ്പോഴാണോ ആ ഒബ്ജക്റ്റ് കൂടുന്നത്. കാരണം ബ്രേക്ക് എടുക്കുക, വണ്ടി പോണ സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുക, ഞാൻ റെസ്റ്റ് എടുക്കുന്ന ബ്രേക്ക് ഇടുമ്പോഴാണോ അതോ ഞാൻ ലെഗ് ബ്രേക്ക് പിടിക്കുമ്പോഴാണോ കൂടുതൽ ഒബ്ജക്റ്റ് ഫുൾഫിൽ ആവുക? ആ ലോഡ് അർത്ഥം എന്തിനായിരുന്നു? വണ്ടി നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഏത് നിൽക്കുമ്പോഴാണ്? സോ രണ്ടാമത്തെ മീൻസ് ലെഗ് ബ്രേക്ക്. സോ സിമിലർലി വെൻ ദ ഗ്രമാറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻ ലീഡ് ടു മാനിഫെസ്റ്റ് അബ്സർഡിറ്റി, then the court shall interpret the statute so as to resolve the inconsistency and make the enactment a consistent whole. സോ ഇൻകൺസിസ്റ്റൻസി വരികയാണെന്നുണ്ടെങ്കിൽ, ഗ്രാമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരുന്നു, ഒരു അബ്സർഡിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇൻകൺസിസ്റ്റൻസി മാറ്റിക്കൊണ്ട് അപ്ലൈ ചെയ്യും. ക്ലിയർ? So the principle is based on the rule that the words of a statute must be construed reasonably so as to give effect the enactment or to reduce it to a fullity. So reasonable ആയിട്ടുള്ള മീനിങ് കൊടുക്കുക, അതിനെ ഫുള്ളാക്കുന്ന രീതിയിൽ. ഒരു സെൻറ്റൻസ് കണ്ടു, അതിൽ ഏത് മീനിങ് കൊടുക്കുമ്പോഴാണ് ആ സെൻറ്റൻസ് പ്രോപ്പർ ആവുന്നത്, അതേപോലെ ഏത് മീനിങ് കൊടുക്കുമ്പോഴാണ് ആ ആക്ട് പ്രോപ്പർ ആവുന്നത്. ഇപ്പോൾ ഷെയർ, രണ്ട് ടൈപ്പുള്ള മീനിങ് വന്നു, പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ. ഏതിടുമ്പോഴാണ് പ്രോപ്പറായിട്ടുള്ള മീനിങ് കൊടുക്കുന്നത്? ഇപ്പോൾ മീറ്റിംഗ് ദിവസം 9:30 ഷെയർ ഹോൾഡേഴ്സ് എത്തിയിട്ടുണ്ടാവണം എന്ന് പറഞ്ഞു. ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വന്നു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണോ? രണ്ട് മീനിങ് ഇടാം. അപ്പോൾ റൂൾ എന്താ? ഷെയർ ഹോൾഡറുടെ മീനിങ് എന്താ? ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾ. ലിറ്ററൽ കൺസ്ട്രക്ഷൻ വഴി ആ ഒരു മീനിങ്ങേ കിട്ടുള്ളൂ. പക്ഷേ രണ്ട് മീനിങ് വന്നു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും. അപ്പോൾ ഒരു മീറ്റിംഗ് ദിവസം രാവിലെ 9:30 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എത്തണം എന്നുള്ള മീനിങ് കൊടുക്കാൻ പറ്റും. മീറ്റിംഗ് ദിവസം രാവിലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് രാവിലെ 9:30 എത്തണം എന്നുള്ള മീനിങ് കൊടുക്കാൻ പറ്റും. ഏത് മീനിങ് കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ടുള്ള ഒബ്ജക്റ്റ് ഫുൾഫിൽ ആവുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ചെയ്യാൻ പറ്റില്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് വോട്ട് ചെയ്യുക. സോ വോട്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്, വോട്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് 9:30 വരുന്നത്. വോട്ട് ചെയ്യാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ് 9:30 വരുന്നത്. ഏതിനാ റീസണബിൾ മീനിങ്, സെൻസിബിൾ മീനിങ്? എപ്പോഴാണ് ആ ആക്ട് ഫുൾ ആവുന്നത്? ക്ലിയർ?
യെസ്. സോ ദിസ് പ്രിൻസിപ്പിൾ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ലാറ്റിൻ മാക്സിം interpretatio fienda est utrus magis valeat compariat. Statute should be construed grammatically. ഓക്കെ, സോ നമ്മൾ ഉട്രസ് മാജിസ് വാലിയം കോപ്പേരിയറ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം സെൻസിബിൾ മീനിങ് കൊടുക്കണം. പിന്നെ ഇന്റർപ്രിട്ടേഷ്യോ ഫിയണ്ട എസ്റ്റ് ഉട്രസ് മാജിസ് വാലിയൻ കോപ്പാരിയറ്റ് എന്ന് പറയുന്നത് ഗ്രമാറ്റിക്കലായിട്ട് കൺസ്ട്രൂ ചെയ്യണം. ക്ലിയർ? യെസ്. So thus when the grammatical interpretation lead to certain absurdity, it is permissible to depart therefrom and to interpret the provision of the statute in a manner so as to avoid the absurdity. സോ രണ്ട് മീനിങ് വരുന്നു, അബ്സർഡിറ്റിയിലേക്ക് പോകുന്നു, കൺഫ്യൂഷനിലേക്ക് പോകുന്നു. സോ ആ കൺഫ്യൂഷൻ മാറ്റുന്ന രീതിയിലുള്ള മീനിങ് കൊടുക്കാൻ അലൗഡ് ആണ്. ക്ലിയർ? യെസ്. So this departure from the grammatical construction is permissible only to the extent it avoids such absurdity and no further. So ആ കൺഫ്യൂഷൻ മാറ്റുന്നത് വരെ മാത്രമേ ഈ ഒരു മീനിങ് കൊടുക്കാൻ പറ്റൂ. കൺഫ്യൂഷൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ആവശ്യമില്ല. ക്ലിയർ? സോ ദിസ് ഈസ് കോൾഡ് ദി ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. മറ്റേത് കാർഡിനൽ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു, ഇത് ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ്. റീസണബിൾ കൺസ്ട്രക്ഷൻ. സോറി. So thus if the court finds that giving a plain meaning to the words will not be a fair or reasonable construction, plain meaning കൊടുക്കുന്നത് ഒരു fair or reasonable construction അല്ല എന്നുണ്ടെങ്കിൽ, it becomes the duty of the court to depart from the dictionary meaning and adopt the construction which will advance the remedy and suppress the mischief. Yes. സോ ഇതും ഞാൻ ട്രൂലി ബിലീവ് ചെയ്യുന്നൊരു പ്രിൻസിപ്പിളാണ്. അഡ്വാൻസ് ദ റെമഡി ആൻഡ് റെഡ്യൂസ് ദ മിസ്ചീഫ്, സപ്രസ് ദ മിസ്ചീഫ്. സോ രണ്ട് മീനിങ് വന്നു. രണ്ട് മീനിങ്ങിൽ ഏത് മീനിങ് കൊടുക്കുമ്പോഴാണോ കൂടുതൽ ബെനഫിറ്റ് കിട്ടുന്നത് ആ മീനിങ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്, ഒരു സൈഡ്. പിന്നെ അതേപോലെ ബെനഫിറ്റ് ഒക്കെ പോട്ടെ, ഏത് മീനിങ് കൊടുക്കുമ്പോഴാണോ മിസ്ചീഫ് ഒഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ പ്രശ്നം തീരുന്നത് ആ മീനിങ് കൊടുക്കണം. സോ മീനിങ് ഷുഡ് ബി ഗിവൺ ഇൻ സച്ച് എ വേ ദാറ്റ് വിച്ച് ഇൻക്രീസസ് ദ റെമഡി, റെഡ്യൂസസ് ദ മിസ്ചീഫ്, അല്ലെങ്കിൽ അഡ്വാൻസസ് ദ റെമഡി, സപ്രസ് ദ മിസ്ചീഫ്, പ്രൊവൈഡഡ് ദ കോർട്ട് ഡസ് നോട്ട് ഹാവ് ടു റിട്ടോർട്ട് ടു കൺജങ്ക്ചർ ഓർ സർമൈസ്. ഇത് കാര്യമില്ല. സോ ആ മിസ്ചീഫ് ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ റെമഡി കൂട്ടുന്നത് ആ മീനിങ് ആയിരിക്കണം കൊടുക്കേണ്ടത്. So a reasonable construction will be adopted in accordance with the policy and the object of the statute. എന്തിനു വേണ്ടിയായിരുന്നു ഈ ആക്ട്, എന്തായിരുന്നു ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, അതെല്ലാം നോക്കിക്കൊണ്ടാണ് ആ മീനിങ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഒരൊറ്റ മീനിങ്ങേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഒന്നിലധികം മീനിങ് വരുമ്പോൾ ഏത് മീനിങ്ങാണ് എടുക്കേണ്ടത്? കാരണം ലെജിസ്ലേച്ചർ ഉണ്ടാക്കുമ്പോൾ ഒരു മീനിങ് കൊടുത്തു, അപ്പോൾ അവർ ഏത് മീനിങ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുമെന്ന് കോടതി അന്വേഷിക്കുമ്പോൾ ഫസ്റ്റ് ഇടേണ്ട റൂള് ഓർഡിനറി മീനിങ് ഇട്ട് നോക്കാൻ പറ്റി. രണ്ട് ഓർഡിനറി മീനിങ് വന്നു. സോ അതിൽ ഏതിടണം? വിച്ച് ഇൻക്രീസസ് ദ റെമഡി ആൻഡ് സപ്രസസ് ദ മിസ്ചീഫ്. ഏതാണോ അങ്ങനെ ചെയ്യുന്നത് ആ മീനിങ് ആയിരിക്കണം കൊടുക്കേണ്ടത്. സോ നമ്മൾ കണ്ടു ദ സെക്കൻഡ് റൂൾ ഓഫ് primary rule, that is rule of reasonable construction. So first rule of literal construction കണ്ടു നമ്മൾ, നോർമൽ ഓർഡിനറി മീനിങ്. പിന്നുള്ള റീസണബിൾ കൺസ്ട്രക്ഷൻ, സെൻസിബിൾ മീനിങ് വരുന്നത്. ക്ലിയർ? അടുത്ത പ്രൈമറി റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ് റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, ഹാർമണി. ആരും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതിനാണ് ഈ ഹാർമണി എന്ന് പറയുന്നത്. So it is a recognized rule of interpretation of statute and deeds that the expressions used therein should be ordinarily be understood in a sense in which they best harmonize with the object of the statute. So ആക്ട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡീഡ് വായിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒബ്ജക്റ്റ് ഓഫ് ദി ആക്ട്, ഇപ്പോൾ ഇൻസോൾവൻസി ആക്ട് എന്നൊരു ആക്ട് ഉണ്ട്. ആ ഇൻസോൾവൻസി ആക്ടിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻസോൾവൻസിക്കുള്ള റെമഡി കൊടുക്കുക, ഇൻസോൾവൻസി വൈൻഡിങ് അപ്പം അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയാണ്. സോ അത് വായിക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ആ ഒബ്ജക്റ്റ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ വേണം അത് വായിക്കാൻ. ഓക്കെ, സോ ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർമണി ഈസ് കോൺഫ്ലിക്റ്റ്. നമ്മളൊരു ആക്ട് വായിക്കുന്നു, ഒരു സ്ഥലത്ത് ഒരു രീതിയിൽ പറയുന്നു, വേറൊരു സ്ഥലത്ത് വേറൊരു രീതിയിൽ പറയുന്നു. അപ്പോൾ അതിലേതാണ് കേൾക്കേണ്ടത്?
സോ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു ഹാർമണിയിൽ പോകണം, ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത രീതിയിൽ പോകണം. അതാണ് ഈ ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. ഓക്കെ, സോ ദസ് ദ റൂൾ ഈസ് അപ്ലൈഡ് വെൻ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു പ്രൊവിഷൻസ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ട്. സോ എപ്പോഴാണ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ്റെ ആവശ്യം വരുന്നത്? രണ്ട് പ്രൊവിഷൻ തമ്മിൽ ഒരു സ്വരച്ചേർച്ച, ഒരു പ്രൊവിഷനിൽ ഇങ്ങനെ പറയുന്നു, ഓക്കെ, മറ്റേ പ്രൊവിഷനിൽ വേറെ രീതിയിൽ പറയുന്നു, ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണല്ലോ, ഇതിൽ പറയുന്ന പോലെയല്ല മറ്റേതിൽ പറയുന്നത്. So similarly, this rules comes to our aid when there is a conflict between the provisions of a statute and the object which the legislature had in view. അപ്പോൾ ഒന്ന് രണ്ട് പ്രൊവിഷൻ തമ്മിലൊരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ പ്രൊവിഷനും ഇതിൻ്റെ ഒബ്ജക്റ്റീവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ്. ഓക്കെ, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണോ ഈ ഒരു ആക്ട് തുടങ്ങിയത് അതിൻ്റെ ഉദ്ദേശശുദ്ധിയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ്. സോ ഇറ്റ് ഈസ് എ ബേസിക് റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ദാറ്റ് if it is possible to avoid a conflict between two provisions on a proper construction thereof, then it is the duty of the court to so construe them that they are in harmony with each other. So rule of interpretation, harmonious construction rule of interpretation പറയുന്നത് if it is possible, അത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ, to avoid a conflict between the two provisions, ആ രണ്ട് പ്രൊവിഷനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ, then it is the duty of court to construe them that they are in harmony with each other. സോ എങ്ങനെ ആ പ്രോബ്ലം ഒഴിവാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കുന്ന രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു പ്രൊവിഷനും വേറൊരു പ്രൊവിഷനും തമ്മിലും, അതേപോലെ ഒരു പ്രൊവിഷനും അല്ലെങ്കിൽ വേറെ ആക്ടിൻ്റെ ഉദ്ദേശവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ കോടതി നോക്കേണ്ടത് എങ്ങനെയാണ് ആ പ്രശ്നം ഒഴിവാക്കുക, ആ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്ന രീതിയിൽ വേണം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. ദ സ്റ്റാറ്റ്യൂട്ട് മസ്റ്റ് ബി റീഡ് ആസ് എ ഹോൾ ആൻഡ് എവരി പ്രൊവിഷൻ ഇൻ ദ സ്റ്റാറ്റ്യൂട്ട് മസ്റ്റ് ബി കൺസ്ട്രൂഡ് with reference to the context and other clauses in the statute so as to make the statute a consistent enactment and not to reduce it to a fullity. അപ്പോൾ ഇത് ഞാൻ ഈ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പർട്ടിക്കുലർ ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, നമുക്ക് ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നും. പക്ഷേ നമ്മുടെ ആ മൊഡ്യൂൾ മൊത്തം കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോഴായിരിക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുക. അതേപോലെ തന്നെ നമ്മൾ ആക്ട് വായിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സെക്ഷൻ മാത്രം വായിച്ചുകൊണ്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. ആക്ടും ആ ഹോൾ ആക്ട് വായിക്കണം, എന്നിട്ട് മൊത്തം പോയിന്റിൽ വേണം ഈ ഒരു പർട്ടിക്കുലർ പ്രൊവിഷൻ നോക്കാൻ. ഓക്കെ, സോ ആക്ട് ഷുഡ് ബി റീഡ് ആസ് എ ഹോൾ. ആ സെക്ഷൻ മാത്രം വായിച്ചാൽ പോരാ, ആക്ട് മൊത്തം വായിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ലോ പഠിക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ചാപ്റ്റർ പഠിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നും. പക്ഷെ വൺസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആവും, അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഈസി ആവും. ഓക്കെ, യെസ്. So but where it is not possible to give effect to both the provisions harmoniously, collusion may be avoided by holding that one section which is in conflict with the another merely provides for an exemption or a specific rule different from that of general rule contained in the other. So അങ്ങനെ രണ്ട് പ്രൊവിഷൻ കണ്ടു, രണ്ടും തമ്മിൽ തല്ലാണ്. പക്ഷെ നമ്മൾ ആ തല്ല് ഒഴിവാക്കുന്ന സമയത്ത് അത് ഹാർമോണിയസ്ലി പോകുന്നില്ല, രണ്ടും തമ്മിൽ അപ്പോഴും വഴക്കാണ്. അങ്ങനെയെങ്കിൽ ഏതാണ് നമ്മൾ നോക്കേണ്ടത്? ഒന്നിലിങ്ങനെ പറയുന്നു, വേറൊന്നൊരു രീതിയിൽ പറയുന്നു. സോ ഏതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? അതിൽ ഒന്ന് സ്പെസിഫിക്കും ഒന്ന് ജനറലുമാണെന്ന് കൺസിഡർ ചെയ്തോളൂ. എങ്കിൽ എ സ്പെസിഫിക് റൂൾ വിൽ ഓവർറൈഡ് എ ജനറൽ റൂൾ. ദിസ് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് എക്സ്പ്രസ്ലി ബൈ എ മാക്സിം ജനറലിയ സ്പെഷ്യലബിസ് നോൺ ഡെറഗൻറ്റ്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളാണ്. ഒരു സ്പെഷ്യൽ ആക്ട് ഉണ്ട്, ഒരു ജനറൽ ആക്ട് ഉണ്ട്. അങ്ങനെ സ്പെഷ്യൽ ആക്ടിൽ ഒരു കാര്യം പറയുന്നു, ജനറൽ ആക്ടിൽ വേറൊരു കാര്യം പറയുന്നു. അങ്ങനെയെങ്കിൽ സ്പെഷ്യൽ ആക്ടിൽ പറയുന്ന കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കോൺട്രാക്ട് ആക്ട് ഉണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട്. കോൺട്രാക്ട് ആക്ടിൽ എന്താ പറയുന്നത്? ഒരു പാർട്ടി വേറൊരു പാർട്ടിയും തമ്മിൽ ഒരു ബൈ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റോ എന്തുമാവാം, കോൺട്രാക്റ്റ് ആവാം. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ എന്താ പറയുന്നത്? ഗുഡ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്ട്സിനെയാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയുന്നത്.
കോൺട്രാക്റ്റിൽ ചിലപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ടാവും, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഒരു കാര്യം പറയുന്നുണ്ടാവും. അപ്പോൾ ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആക്ട് ആണ്, സ്പെസിഫിക്കലി ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള, സർവീസ് അല്ല, ഗുഡ്സിന് വേണ്ടിയിട്ടാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വരുന്നത്. പക്ഷേ കോൺട്രാക്ട് ആക്ട് എന്താ, ഓൾ കൈൻഡ് ഓഫ് കോൺട്രാക്റ്റിനുള്ളതാണ്. അപ്പോൾ ഈ ഗുഡ്സിനെ കുറിച്ച് കോൺട്രാക്റ്റിനാണോ കൂടുതൽ പറയുന്നുണ്ടാവുക അതോ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനാണോ കൂടുതൽ പറയുന്നുണ്ടാവുക? ഒബ്വിയസ്ലി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന് കൂടുതൽ ഉണ്ടാവുക. സോ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഒരു കാര്യം പറയുന്നു, കോൺട്രാക്ട് ആക്ടിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നെങ്കിൽ അത് ഗുഡ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഗുഡ്സിനെ കുറിച്ചുള്ള കാര്യം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ് പറയുന്നതായിരിക്കണം കേൾക്കേണ്ടത്. സോ ജനറൽ ക്ലോസ് വേഴ്സസ് ജനറൽ റൂൾ വേഴ്സസ് സ്പെസിഫിക് റൂൾ. The specific rule will prevail over the general rule. അതാണ് generalia specialibus non derogant. The specific rule will override a general rule. This principle is usually expressed by the maxim generalia specialibus non derogant. Okay, so but remember that this rule can be adopted only when there is a real and not merely apparent conflict between the provision, where the words of a statute or a reasonable construction thereof admit of one meaning only, then such natural meaning will prevail. സോ നമ്മൾ സെക്കൻഡ് സ്ക്രീനിങ്, ഇപ്പോൾ സെക്കൻഡ് കണ്ടു റീസണബിൾ കൺസ്ട്രക്ഷൻ ഇടുമ്പോൾ തന്നെ ആ കോൺഫ്ലിക്റ്റ് ഒഴിവാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവായി പോട്ടെ, വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ the court shall not attempt an interpretation based on equity and harmonious construction. In some cases, the statute may give a clear indication as to which provision is subservient and which overrides. Yes, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ കോടതി നോക്കുന്നത് എന്താ, ഒരു ആക്ടിൽ ഇങ്ങനെ പറയുന്നു, വേറൊരു ആക്ടിൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ആക്ടിനേക്കാൾ സ്പെഷ്യൽ ആയിട്ടുള്ള ആക്റ്റാണ് നിൽക്കുക. ചില പ്രൊവിഷനിൽ ഒന്ന് പറയുന്നു, വേറൊരു പ്രൊവിഷനിൽ ഒന്ന് പറയുന്നു. അത് ആക്ടിൽ തന്നെ ഇങ്ങനൊരു പ്രശ്നം മുന്നിൽ കണ്ട് ആ ഒരു ഹാർമണി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്, ആ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ പലപ്പോഴും പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ആക്ട്, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ്, അങ്ങനൊരു സംഭവം കണ്ടിട്ടുണ്ടാവാം. അതേപോലെ സബ്ജക്റ്റ് ടു, ദെൻ വിത്തൗട്ട് പ്രെജുഡീസ്. ഓക്കെ, സോ സബ്ജക്റ്റ് ടു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോയിന്റ്, ആ ആക്ട് ഇറ്റ് സെൽഫ് ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ സൊല്യൂഷനാണ് കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നത്, സബ്ജക്റ്റ് ടു, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ആൻഡ് വിത്തൗട്ട് പ്രെജുഡീസ്. സോ സബ്ജക്റ്റ് ടു എന്ന് പറയുന്നത്, the impact of the word subject to when used in a provision is that when the same subject matter is covered by that provision and by another provision or enactment subject to which operates and there is a conflict between them, then the later will prevail over the former. എന്ന് വെച്ചാൽ ഒരു ആക്ട് ഉണ്ട്, വേറൊരു ആക്ട് ഉണ്ട്. അപ്പോൾ ഈ ആക്ടിൽ എഴുതിയിരിക്കുന്നത് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് എന്നാണ് എന്നുണ്ടെങ്കിൽ ഈ ആക്ടിൽ പറയുന്നതേ നടക്കുള്ളൂ. കാരണം ഈ ആക്ടിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊവിഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ആണ്. സോ ഇതായിരിക്കും ടോപ്പിൽ നിൽക്കുക. സോ ദിസ് വിൽ പ്രിവെയിൽ ഓവർ ദി ഇത്. ഓക്കെ, സോ സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്കൻഡ് ആക്ട് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആക്ടിൻ്റെ മേലെ നിൽക്കുന്നത് സെക്കൻഡ് ആക്ട് ആയിരിക്കും. അതാണ് സബ്ജക്റ്റ് ടു എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത വേർഡ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ്. സോ സബ്ജക്റ്റ് ടു ഉള്ള കേസിൽ ഒരു തല്ല് വന്നു, ഒരു കോൺഫ്ലിക്റ്റ് വന്നു. എയിൽ സബ്ജക്റ്റ് ടു ഉണ്ട്, സബ്ജക്റ്റ് ടു റിഫർ ചെയ്തിരിക്കുന്നത് ബിയിലേക്കാണ്. അപ്പോൾ എയും ബി ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ബി വിൽ പ്രിവെയിൽ ഓവർ ദി എ. ക്ലിയർ? കാരണം യൂസ് ഓഫ് ദി വേർഡ് സബ്ജക്റ്റ് ടു. ദെൻ നോട്ട് വിത്ത് സ്റ്റാൻഡിങ്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്തിരുന്നാലും, എന്തൊക്കെയാണെങ്കിലും. സോ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, ബി എന്ന് പറയുന്ന വേറൊരു ആക്ട് ഉണ്ട്. സോ എയിൽ എഴുതിയിരിക്കുകയാണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ബി. ബിയിൽ എന്തോ പറഞ്ഞോട്ടെ, എയിലുള്ളത് ഫോളോ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
എ ഇത് ബി ഇത്. എയിൽ പറയുന്നു നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ബി. അങ്ങനെയാണെങ്കിൽ എ ആയിരിക്കും ടോപ്പിൽ നിൽക്കുക. സോ എയിൽ എന്താ എഴുതിയിരിക്കുന്നത്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ്. ബിയിൽ പറയുന്നത് പറഞ്ഞോട്ടെ, പക്ഷേ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. സോ ദാറ്റ് ഈസ് ആ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത്, എയും ബിയും കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഉള്ള ആൾക്കാരായിരിക്കും ടോപ്പിൽ നിൽക്കുക. So a clause that begins with the word notwithstanding anything contained is called a non-obstant clause. അപ്പോൾ എക്സാമിന് വരാം, വാട്ട് ഈസ് എ നോൺ ഒബ്സ്റ്റന്റ് ക്ലോസ്, വാട്ട് ഈസ് സബ്ജക്റ്റ് ടു ക്ലോസ്, വാട്ട് ഈസ് വിത്തൗട്ട് പ്രജുഡീസ്. ഓക്കെ, സോ നോൺ ഒബ്സ്റ്റന്റ് ക്ലോസ് ആണ് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ്. സോ അങ്ങനെയുള്ള കേസിൽ അൺലൈക്ക് സബ്ജക്റ്റ് ടു ക്ലോസ്, ദ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് ക്ലോസ് has the effect of making the provision prevail over the others. So notwithstanding ഉള്ള ആൾക്കാർ, ഇപ്പോൾ എയിലാണ് നോട്ട്വിത്ത്സ്റ്റാൻഡിങ് എങ്കിൽ ഇവരായിരിക്കും ടോപ്പിൽ നിൽക്കുക. മറ്റേ സബ്ജക്റ്റ് ടു പോലെയല്ല. സബ്ജക്റ്റ് ടു എയിൽ ഉണ്ടായിരുന്ന സമയത്ത് ബി ആയിരുന്നു ടോപ്പിൽ നിന്നുണ്ടായിരുന്നത്. നോട്ട്വിത്ത്സ്റ്റാൻഡിങ് ഉണ്ടാകുമ്പോൾ എ ആയിരിക്കും ടോപ്പിൽ നിൽക്കുക. ദെൻ വിത്തൗട്ട് പ്രജുഡീസ്, when certain particular provision follows general provision and when it is stated that the particular provisions are without prejudice to those general provisions, the particular provisions would not restrict or circumscribe the operations and generality of the preceding general provisions. So general provisionൽ ഒരു കാര്യം പറയുന്നുണ്ട്, പർട്ടിക്കുലർ പ്രൊവിഷനിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ജനറൽ പ്രൊവിഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പണിഷ്മെൻ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഫ്രോഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പണിഷ്മെൻ്റ് ഉണ്ടെന്ന് വെച്ചോ. സോ ജനറലി പറയുന്നത് എന്താ? ഫ്രോഡിനുള്ള പണിഷ്മെൻറ്റ്. ഫ്രോഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പണിഷ്മെൻറ്റ്. അപ്പോൾ ഈ വേറെ പണിഷ്മെൻ്റ് ഉള്ള സ്ഥലത്ത് വിത്തൗട്ട് പ്രജുഡീസ് ടു എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ജനറൽ ആക്ട്, ഫ്രോഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഇങ്ങനത്തെ ശിക്ഷയും കൂടി കൊടുക്കും. അതിനർത്ഥം ആ ശിക്ഷയും കിട്ടും, ഈ ശിക്ഷയും കിട്ടും. സോ വിത്തൗട്ട് പ്രജുഡീസ് എന്ന് പറയുകയാണെങ്കിൽ രണ്ടും ഹാൻഡ് ഇൻ ഹാൻഡ് പോവും. സോ ഇൻ അതർ വേർഡ്സ്, ദ പർട്ടിക്കുലർ പ്രൊവിഷൻസ് ഷാൽ ഓപ്പറേറ്റ് ഇൻ അഡീഷൻ ടു ആൻഡ് നോട്ട് ഇൻ ഡിറഗേഷൻ ഓഫ് ദി ജനറൽ പ്രൊവിഷൻ. സോ ഈ വിത്തൗട്ട് പ്രജുഡീസ് എന്നുള്ള വേർഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻ അഡീഷൻ ആയിട്ട് പോവും. ഓക്കെ, സോ അല്ലാതെ ഒന്ന് മേലെയും ഒന്ന് താഴെയുമില്ല. വിത്തൗട്ട് പ്രജുഡീസിൽ രണ്ടും ഈക്വലായിട്ട് പോവും. രണ്ടും ഇല്ലാണ്ട് ആക്ട് വായിക്കാൻ പറ്റില്ല. ക്ലിയർ? സോ അതാണ് നമ്മുടെ തേർഡ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ, തേർഡ് റൂൾ ഓഫ് പ്രൈമറി റൂൾ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, ദാറ്റ് ഈസ് റൂൾ ഓഫ് ഹാർമണിയസ് കൺസ്ട്രക്ഷൻ. ഹാർമണിയസ് കൺസ്ട്രക്ഷനിൽ വായിച്ചത്, ഹാർമണിയസ് കൺസ്ട്രക്ഷനിൽ നമ്മൾ കണ്ടത് ആക്ട് മൊത്തത്തിൽ വായിക്കണം. ചിലപ്പോൾ സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് വേറൊരു പ്രൊവിഷനിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ സബ്ജക്റ്റ് ടു ദ പ്രൊവിഷനിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതും വായിക്കണം നമ്മൾ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ സെക്ഷൻ 53 പ്രകാരം എന്താ പറയുന്നത്? ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യരുത് എന്ന്. അപ്പോൾ ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യരുത് എന്നാണ് സെക്ഷൻ 53 പറയുന്നത്. പക്ഷേ 54-ൽ എന്താ പറയുന്നത്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 53-ൽ എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഏതായിരിക്കും ജയിക്കുക? ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്ന സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിൻ്റെ സെക്ഷൻ 54 ആയിരിക്കും ജയിക്കുക. സോ മൊത്തം വായിക്കണം. ഒരൊറ്റ സെക്ഷൻ വായിച്ചുകൊണ്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നിൽക്കരുത്, ഹോളായിട്ട് വായിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. അതാണ് റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. ക്ലിയർ?